This video is powered by MyG Future. Experience the next. In association with Arabian Gold and Diamonds. ഇവിടെ മെയിൻ എൻ്റെ മുമ്പിലിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ട് പേരാണ്. എൻ്റെ പൊന്നു കുഞ്ഞ് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അറേബ്യൻ ഗോൾഡ് മോൻ ഇങ്ങനെ VFX മോൻ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്ന ഞാൻ സിനിമ കാണുന്ന എന്റർടൈൻമെന്റ് ആണ്. ഇത് എന്റർടൈനിങ് ആയിരുന്നല്ലോ. 15 വയസ്സിൽ സ്വന്തം കാലിൽ നിൽക്കുക. ചേട്ടൻ എത്ര വയസ്സിലായിരുന്നു? വിട്ടുതരാൻ ഒരു 2 മിനിറ്റ് സമയം. ആ ഷർട്ടിന്ന് വിടാനാ. ഇതെങ്ങനെയുണ്ട്? ഷോയിലെ ആദ്യത്തെ കൗണ്ടർ കൊള്ളാം. ചുരുക്കം പേർക്കുള്ളൂ അത്. ഭയങ്കര തെളിവായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി. ആദ്യമായിട്ടാണോ അങ്ങനെയൊക്കെ? Hello everybody, welcome to MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ബിക്കോസ് റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു സിനിമയിൽ അഭിനയിച്ച 2 പേരാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മളുടെ ഒപ്പം ചേരുന്നത്. എക്കോ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബിനു പപ്പു ആൻഡ് സന്ദീപ് പ്രദീപ്. So let's welcome Binu Pappu and Sandeep Pradeep to MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. Binu Pappu, born to the legendary Kudiravattam Pappu sir, and now beautifully carrying forward his legacy. He's an actor whose movies have left a mark, from gripping thrillers to heartfelt dramas. Over the years, he has impressed us in Operation Java, Helen, Saudi Velakya, Bheemandavari, most recently Thudarum and Echo. He brings depth, charisma and a freshness to every role. Sandeep Pradeep, an artist who has built his career on pure passion, patience and hard work. An actor who believes that every project is a chance to learn, experiment and evolve. He brings sincerity, depth and quiet confidence to each and every character he plays and every creative process he's part of. And he has been silently winning hearts with every performance. Let's welcome Sandeep Pradeep and Binu Pappu to Pearly Mani Show. Hello guys, welcome to MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഞാൻ എന്നിട്ടിരിക്കുന്നത് സ്വർണ്ണത്തിൽ കുളിച്ചിരിക്കുന്നത് അറേബ്യൻ ഗോൾഡിൻ്റെ ഭയങ്കര മാങ്ങാമാല, മറ്റ് കാശുമാല ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല ഇവിടെ മെയിൻ എൻ്റെ മുമ്പിലിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒരു മിനിറ്റ്, 2 വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയല്ലേ, 2 പേരാണ്. അത് മതി. ഓക്കെ, അപ്പം the one and only Binu Pappu and also the charming, the gorgeous, the handsome Sandeep Pradeep. Sandhu എന്ന് എല്ലാവരും വിളിക്കുന്നവര്. So welcome. Thank you. Welcome. So happy to have both of you on the show. Vinchata, how are you feeling today? ചെറിയൊരു ചുമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ചുമയുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ see, അതൊക്കെയാണ് ജീവിതം. ചുമയാണോ അതൊക്കെ വരും. അങ്ങനെ. ഓക്കെ. So how are you feeling? ഗുഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ബിൻചേട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഐ ഹാവ് ടു മെൻഷൻ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവർ ഡാഡ്. ഇത് എല്ലാവരും പറയുന്നതായിരിക്കും, പക്ഷെ അതുപോലെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കുതിരവട്ടം പപ്പു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു ഹി മെയ്ഡ് ആർ ചൈൽഡ്ഹുഡ് സോ സ്പെഷ്യൽ. ലൈക്ക് ഹി ഗേവ് us ഐക്കോണിക് പെർഫോമൻസസ്. ആ ഒരു കോമിക് ടൈമിങ് ഇതൊക്കെ ഭയങ്കര ഒരു രസത്തിൽ ഹി യൂസ് ടു എൻ്റർടൈൻ us. ആൻഡ് ഇന്ന് ബിനുചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് to have you here because you're continuing his legacy in a much more beautiful way. അദ്ദേഹം കോമഡിയിലൂടെയാണ് അറിഞ്ഞിരുന്നെങ്കിൽ you have done such serious and bold and a variety of roles, and thank you so much for being you. And Sandeep, I just want to say you started, but I think you're 5 or 6 movies old. പക്ഷേ you've also had a huge ഒരു ഭയങ്കര അടിപൊളി ജേർണിയാണ് സന്ദീപിൻ്റെ. അത് you have such a beautiful fan base. അതിവിടെ കാണാം. നല്ലൊരു കൈഡി. ബിനുചേട്ടൻ്റെ ഫാൻ ബേസിന് നല്ലൊരു കൈഡി. കൂടുതൽ അവിടെ കേട്ടാ, നമുക്ക് പിടിക്കണം. അപ്പോൾ
സോ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വന്ന് തെറ്റിച്ച് വിടുമോ? തിരിഞ്ഞു നമ്മളങ്ങനെയാണോ നോ 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 ഈ പടക്കളത്തിലൊക്കെ വരുന്ന രണ്ടും സ്വിച്ച് ആയതുപോലെ. അപ്പൊ എന്തായാലും ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ബിനു ചേട്ടൻ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ഹിയർ ടുഡേ, ഈ ഒരു ജേർണി? എക്സ്പെക്ട് ചെയ്തതേ അല്ല സിനിമയിൽ വരുന്നു, അല്ലെങ്കിൽ സിനിമ ഞാൻ ചൂസ് ചെയ്തിട്ടേ ഇല്ല. ആനിമേഷൻ ഫീൽഡിലായിരുന്നു. ദെൻ വിചാരിക്കാണ്ടാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ ഫ്രം ബെന്നി കട്ടപ്പന ടു ആഷിക് അബു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അച്ഛൻ മരിച്ച് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അത് ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വൺ ഐ ഡിഡ് മായാനദി. ആഫ്റ്റർ ഡൂയിങ് മായാനദി പിന്നെ തീരുമാനിച്ചു സിനിമയാണ്. ആൻഡ് ഐ തിങ്ക് 13 years ആനിമേഷൻ ബാംഗ്ലൂരിൽ യു ആർ ഡൂയിങ്. ആനിമേഷൻ എന്ന് വെച്ചാൽ വെറുതെ ചെയ്യുന്ന സാധനമല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടെക്നിക്കലി ഒരു സ്കില്ലാണ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം, എഫേർട്ട്. ഇതെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. ലൈക്ക് വലിയ ഡിസിഷൻ ആണല്ലോ. നല്ല പേടിയുണ്ടായി. കാരണം ഇവിടെ സിനിമ എല്ലാവരും പറയും ഈ നെപ്പോ കിഡ്സ് ഇറ്റ്സ് ഈസി ടു എൻറ്റർ സിനിമ. ഇറ്റ്സ് ഈസി ടു എൻറ്റർ സിനിമ. 1-2 സിനിമ കിട്ടും. വെരി ഡിഫിക്കൽട്ട്. കാരണം ഈ നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ വരുമ്പം തന്നെ ഇവർക്ക് അച്ഛന്മാരെ നോക്കിയിട്ടാണ് ഞങ്ങളെ മുഖത്തേക്ക് നോക്കുന്നത്. അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് അതിൻ്റെ മേലൊരു ബെഞ്ച് മാർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഞാൻ കോമഡി ഭാഗത്തേക്ക് അധികം ഒന്നും അങ്ങോട്ടും കാല് വെക്കാത്തതോ. കാരണം അത് കമ്പാരിസൺ വരും, ഭയങ്കര കമ്പാരിസൺ വരും. അപ്പം ചെറിയ ചെറിയ റോളുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയാസിലൊക്കെ ഹ്യൂമർ ചെയ്യുക എന്നല്ലാണ്ട് അതിലുപരി ഞാൻ അങ്ങനെ ഫുൾ ലെങ്ത് പിടിക്കാൻ ലേശം പേടിയുണ്ട്. ആകെ ഭീമൻ്റെ വഴിയാണ് ഞാൻ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് പിടിച്ചത്. അതല്ലാണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അത്ര അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല, പേടിയാണ്. But I think movie called you. I think cinema called you. സിനിമയാണ് ബിനുചേട്ടനെ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ വേണം പറയാം. കാരണം അതാണ് അതിൻ്റെ ശരി. കാരണം ഞാൻ ഒരു രീതിയിൽ ഞാൻ വന്നിട്ടില്ല. കാരണം ആ സമയത്തൊക്കെ ഈ എല്ലാവരും മക്കളും എൻട്രി ചെയ്ത് പൃഥ്വിരാജിലൊക്കെ എല്ലാവരും എൻട്രി ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എന്നോട് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? ഞാനേ ഇല്ല. അങ്ങനെ അവസാനം ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊടുത്ത് ഞാൻ അതാരും കണ്ടതുമില്ല. അപ്പോൾ അല്ല പിന്നെ എനിക്ക് എല്ലാവരും പറയാനേ കണ്ടില്ല അതെന്തുകൊണ്ട് കണ്ടില്ല, പോയി കാണണ്ട സിനിമ എന്നുള്ളത്. പക്ഷേ അതിലൊക്കെ പിന്നെയും കറങ്ങി തിരിഞ്ഞ് അത് ആഷിഖേട്ടനിലേക്ക് എത്തി. പിന്നെ ഞാൻ ആഷിഖേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം മൊത്തം സിനിമ. ഐ തിങ്ക് ഞങ്ങളാണ് ലക്കി ആയത്. നല്ലൊരു കൈഡി കൊടുക്കാം. ബിക്കോസ് ഇതുപോലൊരു ടാലൻറ്റ്, ഇതുപോലെ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ. ആൻഡ് ലെറ്റ്സ് കം ടു സന്ദീപ്. സന്ദീപ്, ഹൗ ആർ യു? ഞാൻ ഒക്കെ കണ്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ അകത്തൊരു ക്യാരക്ടർ ഉണ്ട്, സുമലത. അതൊരു ആൻറ്റിയാ. അല്ല ഞാൻ തന്നെ ഡബിൾ. അത് ഞാൻ റീൽസിൽ മാത്രം ചിലപ്പം വരും. എന്റെ പൊന്നു കുഞ്ഞ് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ആന്റിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. മോനെ ആ മരത്തിൽ കയറി ഇരുന്നതൊക്കെ എന്തൊരു, ഞാൻ എങ്ങനെ കയറി മോനെ? മോൻ എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത്? മോന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ അഭിനയിക്കുന്നവരുണ്ടായിരുന്നോ? അപ്പോൾ ആ ആന്റി ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇക്കോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇക്കോ ആണ് എക്കോ ആണ്. എക്കോ ഞാൻ രണ്ടും പറയും, എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. എഡിറ്ററെ അപ്പം എക്കോ. മോൻ എന്തിനാ ഇക്കോ എന്ന് പറയുന്നത്? അതല്ല കേട്ടോ, എക്കോ എന്നല്ലേ. ഡയറക്ടർ വിളിക്കും അഭിനയിച്ചിട്ട്. സോ ഐ വാസ് ലൈക്ക്, ഐ വാച്ച് പടക്കളം. പടക്കളത്തിൽ യു ഹാഡ് സച്ച് എ ചാലഞ്ചിങ് റോൾ. ബിക്കോസ് ജിത്തിൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തൊക്കെയാ മോനെ ആ കുട്ടി അനുഭവിക്കുന്നത്. ബ്രേക്കപ്പ്, പിന്നെ അതിൻ്റെ ശേഷമാണ് ശരിക്കും ടോർച്ചർ അനുഭവിക്കുന്നത്. ആൻഡ് ഹീ സ്വിച്ചിങ് ക്യാരക്ടർ ഭയങ്കര ഡിഫിക്കൾട്ട്. എനിക്ക് ജിം ക്യാരിയുടെ ഒരു മലയാളം വേർഷൻ ഫീൽ ചെയ്തായിരുന്നു അതിൽ നിങ്ങളുടെയൊക്കെ അഭിനയം കണ്ടപ്പോഴേ. ബിക്കോസ് ഓൺലി ഹീ ഡസ് ദാറ്റ് എക്സ്ട്രീം ആക്ടിങ് ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് സോ നൈസ് ടു ചിരിക്കരുത്, അതൊക്കെയാണ് ഇത് വെക്കുന്നത്. ചിന്തിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാം. അപ്പം ഭയങ്കര ഒരു പെർഫോമറാണ്. സോ എക്കോയിലുള്ള ഈ ഒരു അസോസിയേഷൻ, ഹൗ വാസ് ഇറ്റ് ഫോർ യു? എനിക്കൊരു ഡ്രീം കം ട്രൂ
പടമാണ് എക്കോ. അതെ. കാര്യം ഇപ്പൊ ഞാൻ കിഷ്കിന്ധാടനം നമ്മളെല്ലാരും കണ്ടാണ്. കിഷ്കിന്ധാടനം ഞാൻ കാണുമ്പോൾ ഞാൻ പടക്കളത്തിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ അറിയുന്നത് കിഷ്കിന്ധാടനം പോലത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് മലയാളത്തിലൊരു ബെഞ്ച് മാർക്ക് സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിന്റെ ഇടയിൽ ഞാനും സാഫും നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ അവിടുത്തെ ഒരു നിയർ ബൈ തിയേറ്ററിൽ കാണാൻ പോയി. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മ ഇതൊക്കെ എന്ത് പടം, അടുത്ത ഇങ്ങനെയൊക്കെ ഒരു ചാൻസ്. അന്ന് എൻ്റെ ഇതൊന്നും ഇറങ്ങിയിട്ടില്ല, ജിംഖാന ഇറങ്ങിയിട്ടില്ല, പടക്കളും ഇറങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഫാലിമിയും അന്താക്ഷരിയും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ ഞാനത് ആഗ്രഹിച്ചു. ഓക്കെ, ഇവരുടെ ടീമിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് ആലോചിച്ചിരുന്നു. അതിന് ശേഷം ഇമീഡിയറ്റ്ലി ഞാൻ ദിൻചേട്ടൻ മെസ്സേജ് അയച്ചു, ബൈ എന്താ പ്രൈസിങ് ദ മൂവി. അതിൻ്റെ ഒപ്പം നൈസായിട്ട് ഇങ്ങനെ ചാൻസും ചോദിച്ചു. എനിക്കൊരു അതെ ഓർക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ തന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ഏത് റോള് തരുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പോയി എന്നൊന്ന് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് പടക്കളത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇത് അപ്പോഴും റിലീസായിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞ് ഒരു 1 month അതിൻ്റെ ഇടയിലായിട്ടുണ്ടാവും എന്നെ ദിൻജിയത്തൻ വിളിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാ, നീ ഒന്ന് കേട്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇപ്പം നാളെ വരണം, ഇപ്പോൾ വരാം, അത്ര എക്സൈറ്റ്മെൻ്റ് ആയി ഞാൻ. അങ്ങനെ ചെന്നു. ഇപ്പോൾ ബാഹുലേട്ടനുണ്ട്, ദിൻചേട്ടനുണ്ട്, ടീമൊക്കെ ഉണ്ട്. അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാഹുലേട്ടൻ എടാ കഥ എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അപ്പം ഞാൻ കഥ പറയണില്ലേ ഇപ്പം എൻ്റെ അടുത്ത്. മനസ്സിലായി എന്താന്നുള്ളത്. ഇല്ല ഒന്നുമില്ലമ്മ, അല്ല സിമ്പിൾ കഥയല്ലേ. അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ എഡിറ്റ് ചെയ്ത് കളയും കേട്ടോ, പറയാം എഡിറ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എടാ കഥ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു കഥ പറയാതെ എങ്ങനെ? അല്ല അതല്ല, എനിക്ക് കഥ പറയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഒരു കാര്യം ചെയ്യാൻ നിനക്ക് ഒന്ന് വായിക്കാൻ തരാം. അപ്പം എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ 2 കെട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് എടുത്ത് അപ്പം തന്നെ കൈ തന്നിട്ട് പറഞ്ഞു നിനക്ക് താഴെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ നീ പോയി വായിച്ചോന്ന്. ഒരു മാസത്തേക്ക് അവിടെ നിന്നോ? അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വായിക്കണം എന്നുള്ളൊരു പാടാ ഇത് തന്നെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പക്ഷെ അത്രയും ആഗ്രഹമുണ്ട് ഇത് വായിക്കണം എന്നുള്ളത്. കാര്യം കിഷ്കിന്ധാടനം കണ്ടു കഴിഞ്ഞപ്പോ അവരെന്താ അടുത്ത എഴുതിയേക്കെന്നുള്ള ത്രില്ലിൽ ഞാനും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പോയി വായിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു ശീലമുണ്ട്, ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതും. ഞാൻ ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചെയ്ത് എഴുതി വയ്ക്കും. ഞാനിങ്ങനെ ഫുള്ള് എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റൊക്കെ ഞാൻ ഡൗട്ട് എഴുതിയിട്ടുള്ളൂ, ബാക്കി കൂടുതലും മനസ്സിലായില്ല. കാണുമ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എനിക്ക് മാത്രമേ പ്രശ്നം ആദ്യം ചോദിക്കണ്ടേ, എന്നാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര അതപ്പതനം ഇല്ലായിരുന്നു, എന്നാലും മനസ്സിലായി വന്നല്ലോ. അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഈ ഒരു ഡൗട്ട് മാത്രമേ എനിക്ക് ലോജിക്കലി തോന്നിയുള്ളൂ, ബാക്കി കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എടാ അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്ട്രീംലി ത്രില്ലായി. കാര്യം ഇപ്പം നമ്മൾ കാണുന്ന സിനിമയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് ഇത്രയും പോലും നറേഷനിൽ ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ക്രിസ്പായിരുന്നു. നമ്മൾ ഇപ്പം മനസ്സിലാത്തവർക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ച് ഒട്ടും മനസ്സിലാവില്ല. ആ രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കുറച്ചും കൂടെ എന്നെ പോലത്തെ ഓഡിയൻസിന് കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ലിബറൽ ആക്കി നന്നായിരിക്കും. പേളിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായിട്ടോ, എനിക്ക് എല്ലാം മനസ്സിലായേ. ആ ലെവലിലേക്ക് എത്തിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കി അതെങ്ങാനും വായിച്ചിരുന്നെങ്കിൽ. അറേബ്യൻ ഗോൾഡൻ എനിക്കിപ്പോ ആ ലെവലിൽ അപ്പൊ ഞാനിങ്ങനെ ആരുമില്ലാത്തവർക്ക് ഇവര് ഇടയ്ക്ക് അത് കട്ട് ചെയ്തിട്ടാ മതിയല്ലോ, തെറ്റുമ്പോ അത് കട്ട് ചെയ്തിട്ട് ശരിക്കും നല്ലതല്ലേ ഈ മാങ്ങാമാല ഇതൊക്കെ എങ്ങനെയാണ്? ശരിക്കും ഇത് മാങ്ങാമാലയാണ്. അത് എവിടെന്നാ ഒറിജിനൽ അറിയോ? മാങ്ങാമാലയുടെ ഒറിജിനൽ എവിടെന്നാ? മാവിൻ. ഇത് എന്ത് തേങ്ങ തേങ്ങാമാല വരും അങ്ങനെ. കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. മതി, ഇനി സ്ക്രിപ്റ്റിനെ കുറിച്ച് അധികം പറയണ്ട, എനിക്ക് ബ്രെയിനൊക്കെ ചൂടെടുക്കുന്നു. മാറ്റാം അടുത്ത ടോപ്പിക്കിലേക്ക്. അത് ഈ ലൈറ്റ് അടിച്ചിട്ടായിരിക്കും കേട്ടോ, സ്പോട്ട് ഭയങ്കര ചൂടെടുക്കുന്നത്. ആ AC ഒക്കെ കൂട്ടിയിടും. ഈ സിനിമ കണ്ടിട്ട് ഞാൻ കുറെ വേർത്ത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഈ സിനിമ നമ്മൾ കാണുമ്പോ 1 സെക്കൻഡ് പോലും നിങ്ങൾ കണ്ണടക്കരുത്. പോപ്കോൺ തിന്നോ, പക്ഷെ അങ്ങോട്ട് നോക്കിയാ പോയി എന്താ പറ്റിയത് അങ്ങനെയാവും. അല്ല ഇത് ഒരുപാട് പേര് റീവാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒന്നുകൂടി ഈ ക്രിസ്റ്റഫർ നോളൻ പടങ്ങൾ പോലെ
കാരണം അതിന്റെ സെക്കൻഡ് ഹാഫിലുള്ള നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഒക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. അതെ, തിരിഞ്ഞു പോയി. അല്ല, ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് നല്ലോണം പോലെ കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ. അത് കണ്ടിട്ടില്ല എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണോ ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഞാൻ ഇതിന്റെ റിവ്യൂ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വരുന്നത് ഹിന്ദിക്കാരുടെ റിവ്യൂ ആണ്. വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ആസ് എ മലയാളി ഐ ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് അവരങ്ങനെ പ്രൗഡ് ആകുമ്പം ഞാൻ പറയും നമ്മൾ മലയാളീസ് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും. പറയാൻ പറ്റില്ല. അപ്പോ താങ്ക് യു ബ്രോ എന്നൊക്കെ. നമുക്ക് മലയാളത്തിൽ കണ്ടിട്ട് അഭിനയിക്കുമായിരിക്കും അല്ലേ? അല്ലല്ലോ, അവരെങ്ങനെ പിന്നെ റിവ്യൂ പറയുന്നത്? അതാണോ പേളി റിവ്യൂ പറയാഞ്ഞത്? അതാണോ പേളി റിവ്യൂ പറയാറില്ലല്ലോ. അല്ല, ഞങ്ങളോട് പോലും. നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് അങ്ങനെ പുറത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞതല്ലേ? ശരിക്കും ലാസ്റ്റ് സീൻ ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി കാണാൻ. അതെന്താ പറ്റിയെന്നറിയോ? ശ്രീനിക്ക് മനസ്സിലായി. അപ്പൊ ശ്രീനി വാവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീനി വാവ് 2 സെക്കൻഡ് വാവ്. ഓക്കേ, ആർക്കൊക്കെ ഇത് മനസ്സിലായി? നിങ്ങൾ ചിരിക്കണം. സാരിഫൊക്കെ കൈ പോക്കണം. മനസ്സിലാവാത്തതല്ല, കുറച്ച് ഒന്നും കൂടി കാണണം തോന്നിയവരൊന്ന് കൈവെക്കും. അവർക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മോൻ ഇങ്ങനെ VFX മോൻ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. കമന്റ് വരും എന്തിനാ മോൻ എന്ന് വിളിക്കുന്നതെന്ന്. എനിക്കൊരു വാത്സല്യമുള്ള ഗേളാ ഞാൻ. ഞാനിപ്പോ ചൈനയിൽ പോയിരുന്നു. ചൈനയിലെ ചേച്ചീനെ എന്താ പറയാന്നറിയോ? ചൈനീസ് ഭാഷയില് ചേച്ചിയായി. അതാ ഞാനും ആലോചിച്ചത്. അത് ഈക്കോ പോലത്തെ സ്റ്റോറി. അത് അതായത് ഇവിടെ നിന്ന് ആരും അവിടെ പോയിട്ട്. ശരി, അപ്പം യു ഡിഡ് VFX, ഹി ഡിഡ് ആനിമേഷൻ. രണ്ടും ഒന്നും. അതെ. അല്ല, പക്ഷെ ആനിമേഷനിലെ VFX ഇല്ലല്ലോ. ഞാനും VFX ആർട്ടിസ്റ്റ് ആയിരുന്നു. ആനിമേഷൻ അതൊക്കെ ചെയ്യാൻ പോയത് 3D വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഒരു പയ്യനുണ്ട്. മോനെ ഹായ് പറയൂ. വി ഹയർഡ് VFX ആനിമേറ്റർ. നമ്മുടെ കൂടെ ഉണ്ടെന്ന് VFX. അല്ലേ? അങ്ങനെ ഒരുപാടങ്ങ് പറയണ്ട. VFX സിനിമയിലൊക്കെ വരുന്ന VFX ആനിമേഷൻ വേറെ അല്ലേ? സിനിമയിലും ഉണ്ടല്ലോ ആനിമേഷൻ. ആണല്ലേ? ഇതെല്ലാം എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്. എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇപ്പൊ വെട്ടി കളയേണ്ടി വരുമോ? ഇല്ല, വേണ്ട, ധൈര്യം ചോദിക്കും. ഞങ്ങൾ പാസ് പറഞ്ഞാ പറയാം. ചോദ്യം ചോദിക്കുമ്പോ വിൻസേട്ട് ഒന്ന് കൈ തരുമോ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? പ്ലീസ് സപ്പോർട്ട് മീ. ഇത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്താലും എനിക്ക് പണി കിട്ടും. അപ്പൊ കുഴപ്പമില്ല, എഡിറ്റ് ചെയ്യാൻ കിട്ടോ. അപ്പൊ അതാണ് ലൈക്ക് യു ഡിഡ് VFX. അല്ല, ഹി ഡിഡ് VFX. മോൻ എന്തൊക്കെയോ ചെയ്തില്ലേ? അങ്ങനെ അതിനെക്കുറിച്ചും വിവരമില്ല. ലൂമിയ ബ്രോസ്. ലൂമിയ ബ്രോസ് അങ്ങനെയല്ലേ? അപ്പൊ അതിലെന്താ മോൻ ചെയ്ത? അതിൽ ഈ പറഞ്ഞ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ടിങ്, VFX, എഡിറ്റിംഗ്, കളറിങ്, ഡയറക്ഷൻ. കാര്യം വേറെ നമുക്ക് അന്ന് ഇത്രയും എന്താ പറയാ, നമ്മൾ പിള്ളേരാണല്ലോ, നമുക്ക് തന്നെ എല്ലാം ചെയ്ത. 15 വയസ്സിൽ. 15 വയസ്സുള്ള പിള്ളേർ ഇതൊക്കെ കണ്ടുപഠിക്കും. ഇതൊക്കെ ഒരു റോൾ മോഡൽ അല്ലേ? 15 വയസ്സിൽ സ്വന്തം കാലിൽ നിൽക്കുക, VFX ചെയ്യുക. ചേട്ടൻ എത്ര വയസ്സിലായിരുന്നു തുടങ്ങിയത്? സ്വന്തം കാലിൽ അങ്ങോട്ട് വരണല്ലേ നമ്മള്? ഓക്കേ, പറഞ്ഞോളൂ. പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. സുഖാണോ? അല്ല, എന്താ ചെയ്തത് അപ്പൊ? അങ്ങനെ യു ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിങ് അല്ലേ? ഇങ്ങനെ സാധനങ്ങളൊക്കെ ചുമന്നിട്ടുള്ള സാധനം നിന്നെ പിന്നെ എന്തിനാണ് ഞാൻ അവിടെ പിടിച്ചിരുത്തിയേക്കണേ? അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായി ഞങ്ങൾ ഇങ്ങനെ ഒരു
12th പഠിക്കുന്ന എനിക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്, അത് ഞാൻ 10th പഠിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല അന്ന്. ഈ സമയത്ത് എന്താ പറയുക, ഇങ്ങനെ ഹയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ അന്ന് യൂട്യൂബ് ട്യൂട്ടോറിയൽസും കുറവാണ്. അപ്പോൾ നമ്മൾ തന്നെ പഠിക്കണം. അപ്പോൾ കുറേ ഫ്രീ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെ പഠിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാം അതും ഇതുമൊക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കുറേ ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു 12th വരെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ പറയുന്ന അഭിനയത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു നടക്കില്ല, കാര്യം നമുക്ക് വരുമാനം എന്തെങ്കിലും വരണമല്ലോ. അഭിനയത്തിൽ വരുമാനമല്ലേ? അത് ആദ്യമേ കിട്ടൂല. നമ്മളൊന്ന് സ്റ്റേബിൾ ആയാലും എന്തെങ്കിലും, അത് സ്റ്റേബിൾ ആവുമെന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതെ, പച്ച പിടിക്കണ്ടേ. അതെ, അപ്പൊ അങ്ങനെ ഒട്ടുമില്ല. അങ്ങനെയല്ല, ആദ്യം പോയി വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയും വേറെ ആളെ വിളിച്ചോളാന്ന് പറയും. അതെ, അതാണ് സത്യാവസ്ഥ. അല്ല, അന്ന് നമുക്ക് അവസരം കിട്ടാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് പൈസ എന്നുള്ളതല്ല, ഇറ്റ്സ് എ പാഷൻ. പാഷൻ. അതൊന്ന് പാഷനേക്കാൾ ഉപരി നമ്മൾ അത് മാത്രം ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ വീട്ടുകാർക്ക് സ്കെയർ ആയിരിക്കുമല്ലോ. കാര്യം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു എന്തെങ്കിലും വരുമാനമുള്ളൊരു ജോലി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ലീനേജ് ഉണ്ടല്ലോ, എഡിറ്റിങ്ങും ഇതൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിം, അപ്പൊ എന്നാ ഒരു കാര്യം അത് പഠിക്കാം. എന്നാ ഇതില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വഴി എങ്ങനെയെങ്കിലൊക്കെ കയറാം എന്നുള്ളൊരു, അങ്ങനെയാണ് VFX പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയത്. അതാണ് എൻ്റെ ഒരു സ്റ്റോറി. അടിപൊളി. what a story. Yes. ഇല്ല, വെള്ളം കുടിക്കാൻ കുടിക്കുന്നുണ്ട്. കുടിപ്പിക്കുന്നുണ്ട് നമ്മൾ. ആനിമേഷൻ, ഡയറക്ഷൻ, റൈറ്റിംഗ്, കോ റൈറ്റിംഗ്, ആക്ടിങ്, ഇതെല്ലാം ഇങ്ങനെ ഒരു സിനിമയിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിലെല്ലാം യു ആർ വെഞ്ചറിങ്. ആൻഡ് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, യു ആർ വെരി പാഷനറ്റ് അബൌട്ട് ദ ക്രാഫ്റ്റ്. അത് നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ അത്രയും ഏരിയാസ് മനസ്സിലാക്കാനും അത്രയും ഏരിയാസിലേക്ക് ഇറങ്ങാനും അതെല്ലാം നന്നായിട്ട് ചെയ്യാനും ട്രൈ ചെയ്യില്ല. സോ വാട്ട് ഈസ് ദാറ്റ് ഇൻട്രസ്റ്റ്? എങ്ങനെയാണ് ആ ഇൻട്രസ്റ്റ് ഉണ്ടായത് സിനിമയിലെ എല്ലാ മേഖലകളും കഴിക്കും? ഇപ്പം നൗ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഡയറക്ടിങ് എ മൂവി. ഐ ഡോണ്ട് നോ അത് പറയാമല്ലോ. സോ ജാനൽ ഹീസ് ഡയറക്ടിങ്. ജാനലല്ല ഞാൻ ചെയ്യുന്നത്, ജാനൽ ചെയ്യുന്നതല്ല, ലാലേട്ടൻ്റെ കൂടെ. അല്ലല്ല, അയ്യോ അത് ഞാനല്ല, സീരിയസ്ലി തരുണ ചെയ്യുന്നത് ഞാനല്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനോ? ഞാനെപ്പോ പറഞ്ഞു? ഞാൻ കോ കേട്ടില്ല. തരുണല്ലേ മനസ്സിലാക്കുക എന്നൊക്കെ. അമ്മേ, അത് ഞാനല്ല. എനിക്ക് കുറച്ച് കാറ്റ് വേണം, കുറച്ച് ഫാനും എന്തൊക്കെ ഒന്ന് വെച്ചോട് കളിയാ. ഇതുകൊണ്ടാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചത്. ഇല്ലെങ്കിൽ ഇതൊക്കെ കൂടി ഇടിച്ചു പൊളിച്ച് വീടാനേ. സിനിമയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ലൈക്ക് ഇതിൻ്റെ വേറൊരു സെക്ഷനിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലൈക്ക് മൂവീസ് അല്ല, ആദ്യം മൂവീസിലുണ്ടായിരുന്നു VFX സൈഡിൽ വർക്ക് ചെയ്ത സമയത്ത്. പിന്നെ ഞാൻ ക്യാരക്ടർ ആനിമേഷനിലേക്ക് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോഴും ഉണ്ടായിരുന്നു, സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ട് പണികളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞ് ഞാൻ ആർക്കിടെക്ചർ വിഷ്വലൈസേഷനിലേക്ക് പോയതിൻ്റെ ശേഷം തീരെ ഇല്ല. ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ, അത് നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മളത് 3D ഉണ്ടാക്കി കാണിച്ച് ഫോട്ടോ മാറി എൻ്റെ ആനിമേഷനും പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കും. സോ ലൈക്ക് ഞാൻ വർക്ക് ചെയ്ത കമ്പനീൻ്റെ എല്ലാ പ്രോജക്ട്സും ഓവർസീസ് പ്രോജക്ട്സ് ആയിരുന്നു. അപ്പം അവിടെ ഈ എന്താ ഓൾഡ് ഏജ് ഹോം അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് ഈ ഫ്ലൈ ത്രൂ ക്യാമറ കാണിച്ചു കൊടുക്കുന്ന പരിപാടി മാത്രം പോരാ. ഇത് ബെഡ്റൂം, ഇത് ബാത്റൂം എന്ന് പറഞ്ഞത്. അവർക്ക് അതിൻ്റെ അകത്ത് റിയൽ ആൾക്കാർ വേണം, അതിനൊരു കഥ വേണം. അപ്പോൾ ഈ പരിപാടിയൊക്കെ ഞാനായിരുന്നു അവിടെ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ഞങ്ങൾ AVMൽ ചെന്നൈ പോയിട്ടാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പം ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിചാരിക്കേണ്ട സിനിമേൻ്റെ അകത്തേക്ക് കയറി വരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഓഫീസ് ഞാൻ ചെയ്യുന്ന പണി ഒന്നും കൂടി മെച്ചപ്പെടുത്തണം, അതൊന്നും കൂടി ഉഷാറാക്കണം. അപ്പം അതിന് ആഷിക്കേട്ടൻ്റെ കൂടെ ഒരു പടത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, ആ ഉദ്ദേശത്തിലാണ് ഇറങ്ങി തിരിച്ചത്. അല്ലാണ്ട് സിനിമ എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങി തിരിച്ചല്ല. അങ്ങനെ ആഷിക്കേട്ടൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മായാനദിയാണ് ലൈക്ക് ഒരു അതെന്താന്നുള്ളത് മായാനദി എന്നാണ് കിട്ടിയത്. കാരണം അത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൂവിയാണത്. അത് ഉണ്ടാക്കിയ രീതിയും അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു സിനിമയുടെ ജേർണി ലൈക്ക് ഫ്രം ദ ബിഗിനിങ്, അതെങ്ങനെ തുടങ്ങി, എവിടുന്ന് തുടങ്ങി, സംസാരങ്ങൾ, ആ കഥ ഉണ്ടായ രീതി, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിങ്, ആർട്ടിസ്റ്റിനെ ഞങ്ങൾ കൊണ്ടുവന്നത്, ഓരോരുത്തരും ഓഡിഷൻ ചെയ്തത്, ആരായിരുന്നു ആദ്യം അതിൽ അഭിനയിക്കാൻ ഇരുന്നത്,
പിന്നെ അത് മാറി ആരായി എന്നുള്ളതും അങ്ങനെ ഭയങ്കര ഒരു ജേണി ആയിരുന്നു ആ സിനിമ. ആ സിനിമ കഴിഞ്ഞോടുകൂടി ഞാൻ പറഞ്ഞാൽ നമുക്കിത് ഒന്നും മുഴുവൻ പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ഒന്നും നമ്മൾ എത്തി അല്ലെങ്കിൽ യെസ് ഡൺ കഴിഞ്ഞു ഞാൻ ഡയറക്ഷൻ മുഴുവൻ പഠിച്ചു എന്ന് അങ്ങനെ പറ്റില്ല. കാരണം ഓരോ ദിവസവും ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, പല കാര്യങ്ങളും ഒരു സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ആവും, നമ്മൾ അതിൻ്റെ ഒപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. സോ മായാനദി എന്ന് പറയുന്ന മൂവി നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള, ഐ തിങ്ക് ആഷിഖേട്ടൻ്റെ മിക്ക സിനിമകളും നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ. ഹീസ് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പറഞ്ഞപ്പോഴാണ് കറക്റ്റ് എൻ്റെ അടുത്ത് നീ ഇന്ന് വന്ന് പെട്ടല്ലോ. മായാനദിൻ്റെ ഓഡീഷന് ഫസ്റ്റ് വന്ന മെയിൽ ആയിരുന്നെന്ന് അറിയോ? പേളിമാണിൻ്റെ. ഐ റിമെമ്പർ ദാറ്റ്. ഫസ്റ്റ് വന്ന മെയിൽ പേളിമാണിൻ്റെ. മായാനദിയാന്ന് എനിക്ക് അറിയത്തില്ലായിരിക്കും. ഇല്ല, ഞങ്ങള് അന്ന് പടത്തിന് പേര് പുറത്തു വിട്ടിട്ടില്ല. അന്ന് ഞങ്ങള് 2017 ആയിരിക്കുള്ളൂ. 15 കറക്റ്റ്. 15 ഞങ്ങൾ ഓഡിഷൻ കോള് വിട്ടപ്പം അതിലേക്ക് വെരി ഫസ്റ്റ് മെയില് അത് പോസ്റ്റ് ഇട്ട് 2 മിനിറ്റിൽ ഞാൻ അയച്ചത്. ഒരു കയ്യടി കൊടുക്കണോ? ഓരോരോ കാര്യങ്ങൾ എന്നെ ഇമോഷണൽ ആക്കല്ലേ. മായാനദി പാർട്ട് പിന്നെ പറയാം. അപ്പൊ എന്നെ എന്തിനാ ഇഗ്നോർ ചെയ്തേ? നിങ്ങളാണല്ലേ അത് ഡിലീറ്റ് ചെയ്തത് ആ മെയില്, പേളിയുടെ മെയില്. അപ്പൊ തന്നെ ഡിലീറ്റ്. ഞാൻ ആഷിഖേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞേ. അല്ല ഞാൻ ആഷിഖേട്ടൻ അത് ഏറ്റവും രസം ഞങ്ങൾ ഓഡീഷന് വിളിച്ചല്ലോ പേളിനെ. അയ്യോ ഞാൻ കണ്ടില്ല. എന്റെ പേളി റിപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് ആ ലിസ്റ്റിന്റെ കൂടെ പിന്നെയും കുറെ ആക്ടേഴ്സിന്റെ ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ മെയിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആഷിഖേട്ടൻ്റെ അടുത്ത് നിന്റെ മെയിൽ വന്നപ്പോൾ ഫസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ പേളിന്റെ മെയിലിട്ടോ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെയും ആക്ടേഴ്സ് എനിക്ക് കരയണോ? എനിക്ക് മൂക്ക് തുറക്കാത്ത മറ്റേ ടിഷ്യൂ. അത് കഴിഞ്ഞ് എന്തോ കളക്കഥയുണ്ട് എക്കോ പോലെ. മനസ്സിലാവാത്ത അതല്ല നമ്മളോടൊന്ന് പറയുന്നു. പ്രൊട്ടക്ഷനും മറ്റേതും ഒന്നാണെന്ന് എന്നെ റിസ്ട്രിക്ട് ചെയ്തു, പക്ഷെ പ്രൊട്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ കുറെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ള ആൾക്കാരെ പേരും കൂടി വന്നപ്പം ഞങ്ങൾ എന്നിട്ട് സെലിബ്രിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കി. കുറെ പേര് അയച്ചു. പക്ഷെ ഫസ്റ്റ് ഇയാളാണ് സത്യം. പക്ഷെ ആ മെയില് ഞങ്ങൾ ഏകദേശം ഞങ്ങളൊരു 3000 ഓഡ് മെയിൽ ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതില് ഫസ്റ്റ് വന്ന ആളെ നിങ്ങൾ മറന്നു? ഇല്ല, ഞങ്ങൾ റിപ്ലൈ ചെയ്തിരുന്നു. അയാൾ ആ മെയിൽ നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ശ്രീനി, അപ്പൊ മായാനദി 2 വിളിച്ചാൽ ഞാൻ പൊയ്ക്കോട്ടെ? പെട്ടി ബാക്കി വെച്ചിട്ടുണ്ട് അയാൾ അവിടെ. അല്ലാണ്ട് എന്റെ പൊക്കോന്ന് അതിനിപ്പോ മായാനദി 2 വരുമൊന്നും വേണ്ട, എല്ലാണ്ട് എന്റെ പൊക്കോ. ഊബറിനുള്ള കാശ് ഞാൻ തരാം. ശ്രീനി എന്നെ അങ്ങനെ വിടോ നീ? ശ്രീനി കരയും ഞാൻ 2-ാം ദിവസം. കരയും ഞാനില്ലെങ്കിൽ. നിലത്തൊക്കെ ഇടിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഇവരൊക്കെ കൂടി പിടിച്ചെലിച്ചു കൊണ്ടോ. സന്ദീപ് എന്നെ സപ്പോർട്ട് ചെയ്യും. ഫുൾ സപ്പോർട്ട്. സന്ദീപിന്റെ മുടി നന്നായിട്ടുണ്ട് കേട്ടോ. ആരാ മേക്കപ്പ് ആർട്ടിസ്റ്റ്? കേറി വന്നപ്പോ തന്നെ ഞാൻ കൊണ്ടിരുത്തി കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. നല്ല മേക്കപ്പ് അല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ ടോപ്പിക്ക് മാറ്റിയത് എങ്ങനെയുണ്ട്? നമ്മൾ എന്താ സംസാരിച്ചോണ്ടിരുന്നത്? അല്ല, ഞാൻ എങ്ങനെ സിനിമ എങ്ങനെ വന്നു മായാനദി വേദന എടുക്കുന്നു ഇവിടെയൊക്കെ. എന്റെ ലൈഫേ മാറിയേനെ എല്ലാത്തിനും. അപ്പം ഇത് നാളെ ഹെഡ്ലൈൻസ്, ജീവിതം മാറ്റിമറിച്ച ബിനു പപ്പു. ഇന്ന് പോയിട്ട് ആ മെയിലടിയിൽ തപ്പു അങ്ങ് പോകും. 2017 സ്ക്രോൾ ചെയ്തിട്ട് ആ റിപ്ലൈ എവിടെ? നിങ്ങൾ ശരിക്കും മെയിൽ അയച്ചാ? ശരിക്കും മെയിൽ അയച്ചിട്ടുണ്ട്. എനിക്ക് സത്യം അറിയില്ല. മെയിൽ അയക്കുന്ന സ്വഭാവമേ ഉള്ളൂ, ചെക്ക് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഡെയിലി മെയിൽ ചെക്ക് ചെയ്യൂ കേട്ടോ. ലിയോണൽ ഷോയ്ക്ക് എങ്ങനെയാ വന്നത്? പിന്നെ ഓഡീഷന് വന്ന് ആ പടത്തിലും വന്നില്ലേ? അതൊക്കെ അവരൊക്കെ മെയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചയച്ചു. നമുക്ക് വേറെ വല്ല സംസാരിക്കാം. എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇനിയും സമയമുണ്ടല്ലോ. ശ്രീനി ഡെയിലി മെയിൽ ചെക്ക് ചെയ്യണേ. അപ്പോഴും സ്വന്തം പറ്റൂല. ശ്രീനി പാക്ക് ചെയ്യുന്ന പെട്ടിയുടെ എണ്ണം കൂടും. ബിനുചേട്ടൻ കോമഡിയാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു അല്ലേ? എന്ത് കൗണ്ടേഴ്സ്! ഞാനങ്ങ് പൊങ്ങി പോയി നടക്കാം.
പക്ഷെ ഇതൊരു ഡാർക്ക് ഹ്യൂമറാ. എനിക്ക് എന്റർടൈനിങ് ആയിരുന്നു. അതെ, നിങ്ങൾ കണ്ടാ മതിയല്ലോ. ഒടുങ്ങിയത് എന്റെ കൈ, എന്റെ തല, എന്റെ കാല്. സന്ദീപ്, ഐ തിങ്ക് ഇൻ എക്കോ എനിക്ക് സന്ദീപിന്റെ ആ ക്യാരക്ടർ ഒരു നാടൻ പയ്യൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി നൈവ്, എന്താ നടക്കണെന്ന് അറിയാത്ത പോലെ നടക്കുന്ന ഒരു പയ്യൻ, പക്ഷെ എന്തൊക്കെയോ അറിയാം എന്നുള്ളത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഇങ്ങനത്തെയൊക്കെ റോൾസ് ചെയ്യുമ്പം. ലൈക്ക് യു സെഡ്, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ യു ഹാഡ് സോ മെനി ഇഷ്യൂസ്. അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ആ ക്യാരക്ടറിലുള്ള ആ നുവാൻസസും ഒക്കെ മനസ്സിലാക്കി ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൾട്ട്, റൈറ്റ്? എങ്ങനെയാണ് അപ്പം അത്? ഐ ഓൾസോ ഹേർഡ് ഫുള്ള് ഡയലോഗ്സ് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് പോയെന്ന് ഞാൻ കേട്ടു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പക്ഷെ ടെൽ മീ അബൌട്ട് ഹൗ ഇറ്റ് വാസ് ഡൂയിങ് ദിസ് റോൾ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ചാലഞ്ചിങ്ങാണ്. ഞാൻ ഇതൊരു ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടർ, ചെയ്യാത്ത ക്രൂ, ചെയ്യാത്ത ടൈപ്പ് ഓഫ് സിനിമ, എല്ലാ രീതിയിലും ചാലഞ്ചിങ്ങാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ മാരി ദ ഡയറക്ടേഴ്സ് മൈൻഡ് എന്നുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് A to Z ഉണ്ടായിരുന്ന ഡൗട്ടുകളെല്ലാം, ക്യാരക്ടർ എങ്ങനെയാണ്, ഇതെല്ലാത്തിൻ്റെയും കംപ്ലീറ്റ്ലി ഞാൻ ബൈ ചെയ്തിട്ടായിരിക്കും സെറ്റിലേക്ക് പോവുക. നമ്മൾ അവിടെ ചെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ആ ക്ലിയർ ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ക്യാരക്ടർ. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പോവാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഡെയിലി ചെയ്യേണ്ട പരിപാടി ഈ പഠിക്കുക എന്നുള്ളതാണ്. രാത്രി പോവാ, മടക്കുമല അല്ല. ഇവിടെ നേരിടുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗ് പഠിക്കണമല്ലോ. ഈ ഡയലോഗ് പഠിക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ബാക്കിയുള്ള സിനിമകളിലൊക്കെ നമുക്ക് ചെറുങ്ങനെ എന്തെങ്കിലും ഡയലോഗൊക്കെ മിസ്സായാലും നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ലിപ്പ് അനക്കി എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. പക്ഷെ ഇത് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, ക്യാമറമാൻ തന്നെയുള്ള അതിന്റെ റൈറ്റർ. അത് മനുഷ്യൻ ഇവിടെ ക്യാമറ പിടിച്ചേക്കുമ്പോൾ അയാൾ ഡയലോഗ് തെറ്റി. അല്ല, പുള്ളിക്കാരൻ അപ്പൊ തന്നെ ക്യാമറ ഇങ്ങനെ കട്ടി കളിക്കുന്നത്. സാധാരണ അവിടെ ഇരിക്കുന്ന ഡയറക്ടർ മൈക്കിലൂടെ ചിലപ്പോ ചില സമയത്ത് ഡയറക്ടേഴ്സ് ലൈക്ക് വളരെ മൈന്യൂട്ട്, കാരണം ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ഓരോ പറയും ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഡബിൽ പിടിക്കാം, ലിപ്പ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചില വാക്കൊക്കെ സ്ലിപ്പായി പോകുമല്ലോ. ഇത് നടക്കുന്നില്ല. ചില വാക്കുകളുണ്ടല്ലോ നമുക്കത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത വാക്കുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ അത് പറയാം. അത് മടക്ക് പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട്. അപ്പൊ എന്റെ ഒരു ഡയലോഗ് ഉണ്ട്, മടക്ക് പാറയുടെ വശത്തൂടെ നമുക്ക് താഴോട്ടിറങ്ങാം എന്ന് പറയുന്ന ഒരു അതൊരു വലിയ അല്ല, അത് അങ്ങനെ പറയുമ്പോ സിമ്പിളാ. പക്ഷെ ഇതിന് മുന്നേയും പിന്നെ ഡയലോഗ് ഉണ്ട്. അതെല്ലാം കടന്നാണ് ഈ മടക്കപ്പാറയുടെ ഇടയിൽ കൂടെ ഇറങ്ങേണ്ടത്. അപ്പൊ ഈ മടക്കുപാറ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അപ്പൊ എനിക്ക് മടക്കപ്പാറ എന്ന് വരുള്ളൂ. അപ്പൊ ഇവിടെ എത്തുമ്പോ ഡയലോഗ് ഫുൾ സ്ട്രെച്ച് ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ വന്നത് മടക്കേപ്പാറ വഴി അവിടെ തെറ്റും. മടക്കേപ്പാറ അത് വേണമെങ്കിൽ നമുക്ക് ഡബില് പിടിക്കാം. പക്ഷേ ആ സാറ് സമ്മതിക്കൂല, രാഹുലേട്ട സമ്മതിക്കില്ല. എടാ മടക്ക് പറ, പിന്നെ അവിടെ എത്തും. പിന്നെ എനിക്ക് ആദ്യത്തെ ഡയലോഗ് ഫസ്റ്റ് വാക്ക് പറയുമ്പോ തന്നെ എന്റെ മൈൻഡിൽ മടക്ക് പറയാ അവിടെ എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്നുള്ളതാണ്. എത്ര ടേക്ക് പോയായിരിക്കും അത് ഞാൻ മഴ പെയ്ച്ച് പാട്ടുപാടി മഴ പെയ്ച്ച ആൾക്കാരുണ്ട്. ഡയലോഗ് പറഞ്ഞ ഞാനിവന്റെ സജഷനിൽ ക്യാമറ ഇവിടെ ഉണ്ട്, ഇവനിങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മഴ വെള്ളം മഴ. ഞാൻ പറയടാ നീ ഡയലോഗ് പറഞ്ഞ് മഴ പെയ്ച്ചടാ, കാട് നിന്റെ കൂടെ മഴ പെയ്തു. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് മാറി, അല്ലല്ല മഴ ഒന്ന് എന്താ പറയാ ഇങ്ങനെ ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാഹുല് അപ്പൊ ഇവങ്ങനെ ഇനി അത് നാളെ എടുക്കുള്ളൂ, ഇന്ന് രാത്രി സെറ്റായിട്ട് വരാന്നുള്ള മൂഡിൽ വന്നേക്കുമ്പോ ബാഹുല് ഇത് കുഴപ്പമില്ല വാ, എന്നിട്ട് ഒരു തെർമോക്കോൾ കുടിച്ചാൽ ഷോട്ട് എടുത്ത്. അത് മാത്രമാണ് ചിരിപ്പെട്ടു. പക്ഷെ ബാക്കി എല്ലാ ഡയലോഗും ഞാൻ എന്തിനാ അങ്ങനെ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നതെന്നോ? എല്ലാ സിനിമയിലും അങ്ങനെ പഠിക്കോ? ഇതിങ്ങനെ എഴുതി വെച്ച് വായിക്കാൻ പറ്റൂല അഭിനയിക്കുമ്പോ, അത് മാറ്റി വെക്കണം. ഇല്ല, ഞാനൊക്കെ ഭയങ്കരമായിട്ട് മഗ്ഗപ്പ് ചെയ്യുന്നതേ എനിക്ക് മനസ്സിലാവാത്ത ആൻസറാ. എനിക്ക് അറിയാവുന്ന ആൻസർ ഞാൻ ഓടിച്ചു വിടും, എന്നിട്ട് എന്റെ ഓൺ വേർഡ്സിൽ പറയും. അത് പറ്റില്ല. ഇത് പരീക്ഷ എഴുതില്ലല്ലോ. അല്ല, ഓൺ വേർഡ്സിൽ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇവന്റെ പടക്കളം അതിലുള്ള
സ്ലാങ്ങും പരിപാടിയൊക്കെ ഓൺവേർഡ്സിൽ പറയാൻ അത് പറ്റില്ല. ഇതങ്ങനെ പറ്റുമോ? പറ്റില്ല. ഇത് അല്ല ഇത് പറ്റും, പക്ഷെ അത് പുള്ളിക്ക് സമ്മതിക്കില്ല. ഇപ്പൊ ഒരു പേർലി മോർണിംഗ് ഷോ എന്ന് പറഞ്ഞെന്ന് വെച്ചോ, ഒരു വെക്കാൻ പറ്റില്ല എന്നാലും പറയാം. പക്ഷെ പേർലി മോർണിംഗ് ഷോ ഒരു എന്ന് നമ്മൾ പറയില്ലല്ലോ. അതേപോലെ പല കാര്യങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് പുള്ളി. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തം അതിന്റെ ഒരു റിതം പോകും. പേളിമാണി ഒരു സുന്ദരിയാണ്. അത് നന്നായിരിക്കും. ഒരു സുന്ദരിയായ പേർലി മാണി അത് പറയാൻ പറ്റില്ല. സുന്ദരിയായ പേളിമാണിയുടെ ഷോ ഒരു അതാണ് നമ്മളെ പ്രശ്നം. എവിടെ വെക്കും അത് പറഞ്ഞിട്ട് ഇനി പോയാൽ അല്ല എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറയാം. ആദ്യം ഒരു എവിടെ വെക്കും? സുന്ദരിയായ പേളിമാണിയുടെ ഒരു അതെവിടെ വെക്കും? ഒരു സൂപ്പർ ഷോ. അപ്പൊ ഒരു പേർലി മാണി വേണ്ട, ഒരു സുന്ദരിയായ പേർലി മാണി. ഒരു സുന്ദരിയായ ഒരു അവിടെ കൊണ്ട് വെക്കുന്നേ വേണ്ട വെച്ചാ പോരെ. അതേപോലെ കുറെ പാടുപെട്ടു. So I thought you had only physical issues because ആ മരം കയറണം, ആ മലയിൽ കൂടെ നടക്കണം. നോ ഈ കുട്ടിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് അടിയും കിട്ടണ്ടേ. സ്ലാപ്പിംഗ് സീൻ അല്ലേ നമ്മുടെ ഫൈറ്റ്? അതെ ഭയങ്കരമായിരുന്നു. അതിലാ ഇങ്ങനെ അടിക്കുന്നില്ലേ, അതിൽ ഇവന്റെ കൈ എന്റെ മുഖത്താണ്. അപ്പൊ എനിക്ക് ഇവനെ കാണൂല. അപ്പം ഈ കൈ ഇങ്ങനെ കിടക്കണം. അപ്പം ക്യാമറ ബാഹുലിന്റെ ഫേസ് ഇവന്റെ ഫേസിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ബാഹുല് അപ്പൊ പറയുക ചെയ്യാം ഇഞ്ചോട്ട് അടിച്ചോ എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ വീശുക. അപ്പം ഇങ്ങനെ വീശുന്നതും നിലത്തും വീശുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് വെയിറ്റ് കൂടും. അത് നല്ലൊരു അടി ഈ കുട്ടിക്ക് കിട്ടിയില്ല. ആ അടി തന്നെയാണ് സിനിമയിൽ ഒരു കൊണ്ടുപോയി വെച്ചത്. അതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് ഒരടി വേസ്റ്റ് ചെയ്യരുത്. അത് വെറുതെ വേസ്റ്റ് ആവണം. പക്ഷെ അത് വേസ്റ്റ് ആക്കിയില്ല, പക്ഷെ വീണ്ടും എടുത്തു. പിന്നെ അതെന്നെ എടുത്ത് വെച്ചാ പിന്നെ വീണ്ടും എടുത്തു. ഈ ബാഹു നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നോ അതോ നിങ്ങൾക്ക് വേറെ ആക്ഷനും കട്ടിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല? ഒരു കോംപ്രമൈസും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കണ്ട് മനസ്സിലായ കുറെ പേരുണ്ടല്ലോ, അവരോട് ചോദ്യം ചോദിക്കാന്നാണോ? അതെ, നമുക്ക് അവരോട് ചോദിക്കാം. ചോദിച്ചു പോവാ. അപ്പൊ അതാണ് അടുത്തത്. സോ മൈജി പ്രസൻസ് പൊലിമാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഇനി ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ആൻഡ് വി ഹാവ് വിത്ത് us ബിനു ചേട്ടൻ ആൻഡ് സന്ദീപ് മോൻ. പ്ലേ ചെയ്തോ. സന്ദീപിന്റെ ആദ്യം ഭയങ്കര പോപ്പുലാരിറ്റി കണ്ട് ഇഷ്ടപ്പെട്ട പടം പടക്കളമാണ്. പടക്കളം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കോമഡി മൂവിയാണ്. ബിനു പപ്പു തുടരും നല്ലൊരു മൂവി ആയിരുന്നു. അതിനകത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സ് തന്നെയാണ്. ഇപ്പൊ സന്ദീപ് പ്രദീപിനെ ആലപ്പുഴ ജിംഖാനയിലും പടക്കളത്തിലൊക്കെ കണ്ടപ്പോൾ എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറും ഒരു ആക്ടറും കൂടിയാണ്. ഇപ്പൊ ബിനു പപ്പു ആണെങ്കിലും ഇപ്പൊ തല്ലുമാലയിലാണെങ്കിലും തുടരുന്നതിലാണെങ്കിലും സാറിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സന്ദീപിന്റെ പടം പടക്കളമാണ്. എക്കോ ഇറങ്ങിയ ദിവസം തന്നെ നമ്മൾ പോയി കണ്ട പടമാണ്. ഞാൻ കണ്ടത് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പടമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത്. നല്ല മിസ്റ്ററി ത്രില്ലർ ആണ്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നല്ലൊരു മൂവി ആയിരുന്നു. കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്. കണ്ടതിൽ വെച്ച് വളരെ യൂണീക്ക് ആയിരുന്നു ഫിലിം. പിന്നെ സന്ദീപ് ആണെങ്കിലും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വിനീത്, അതുപോലെ തന്നെ ബിനു പപ്പു, അശോകൻ, ബാക്കിയുള്ള എല്ലാവരും നല്ല ആക്ടേഴ്സ് ആയിരുന്നു. അതിൻ്റെ ക്യാമറ വിഷ്വൽ ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ഏത് ഫ്രെയിം എടുത്താലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫ്രെയിമാണ് ഉള്ളത്. ഐ തിങ്ക് സന്ദീപ് ഈസ് നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ മലയാളം മൂവി. പിന്നെ ബിനു സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഇനി സാറിന്റെ പുതിയ ഡയറക്ട് ചെയ്യുന്ന വല്ല ഫിലിംസ് വരുന്നുണ്ടോ എന്നാണ്. എങ്ങനെയുണ്ട്? കളങ്കമില്ലാത്ത സത്യസന്ധമായ അവരുടെ പറഞ്ഞു പറയിപ്പിച്ച അല്ല, അത്ര ബുദ്ധിയൊന്നും എനിക്കില്ല. ഇത് അവരവരുടെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. You want to answer someone or? അല്ല, ഡയറക്റ്റ് ചെയ്യുന്നത് എന്തായാലും 2027ലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു 3 പടത്തിന്റെ കമ്മിറ്റ്മെന്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട്. സന്ദീപിന് നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ പറഞ്ഞു. അല്ല, ഒരുപാട് സന്തോഷം. ഇവരുടെ ഈ ലവ് ആണല്ലോ നമുക്ക് കോൺഫിഡൻസ് സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത്. ആൻഡ് ഇതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കാസ്റ്റിംഗ്. കറക്റ്റ്. ഇതിൽ വിനീതേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്താ? എക്കോ കണ്ടല്ലേ? അതെ, ആ കണ്ണാടിയൊക്കെ വെച്ച് വരുന്ന ആ റോള് ഭയങ്കര റോളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. പേര് ഇവൻ ഉന്തിയിട്ടു. ഇവനല്ല ഉന്തിട്ട്. അല്ല, നീ അല്ല. മനസ്സിലായി. ആ പേരെന്തായിരുന്നു? ആ പട്ടിയാണ് ഉന്തിയിട്ടത്. അന്ന പട്ടി കൂടെ. പേരെന്തായിരുന്നു? വിനീതന്റെ ക്യാരക്ടറിന്റെ പേര് വൈവേ അല്ല, എന്തായിരുന്നു? സിനിമ ഉണ്ടല്ലേ? പോത്തൻ. ഒന്ന് പോത്തൻ ബാവ.
പോത്തൻ മോഹൻ പോത്തൻ മോഹൻ പോത്തൻ മോഹൻ പോത്തൻ എന്താ അങ്ങനെ അല്ല അല്ല ഇനി നിങ്ങൾ പറയേ എന്തിനാ ചോദിച്ചത്? അതിന് ഈ കഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത്? പോത്തൻ ചേട്ടൻ മോഹത്തോടെ ഇട്ടൊരു പേരായിരിക്കാം അല്ലേ പുള്ളിയുടെ? അല്ല എക്കോ കണ്ടു എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ മണിച്ചിത്രത്താഴ് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ സിനിമ കാണുന്ന എന്റർടൈൻമെന്റിനാണ്. ഞങ്ങളൊക്കെ പിന്നെ നെഞ്ഞത്തടിച്ച് കരയാൻ വേണ്ടിട്ടുള്ള പോണ ഞങ്ങൾ എന്റർടൈൻമെന്റിന് പോണത്. അയ്യോ നോക്കി ഇത് ചിരിച്ചോണ്ടിരിക്കണം. നിനക്ക് ഓർമ്മയുണ്ടോ പേരുകൾ? എനിക്ക് പിന്നെ മറ്റേ പേരെന്തായിരുന്നു ആ അമ്മമ്മയുടെ? കുര്യാച്ചൻ. അയ്യോ അതൊക്കെ അറിയാം. ശ്രീനി കുര്യാച്ചന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയൂ. ഞാനാണ് എന്തെങ്കിലും പറ, ഞാൻ പണി തരാൻ പോകുന്നത്. കുര്യച്ചന്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ. കാരണം ഭയങ്കര എന്താ പറയാ ലെയേഴ്സ് ഉള്ള, കാരണം അയാൾ എന്താണ് ഏതാണെന്നുള്ള ഇപ്പോഴും ഒരു എല്ലാവർക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയിട്ടില്ല. കാരണം അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, എന്നാൽ അയാൾക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് സുഹൃത്തുക്കളെ ശത്രുക്കളാക്കും, ഒക്കെ അതിന് പെടുത്തുകയും ചെയ്യും. എന്നാൽ അയാളുടെ എന്താ പറയുക എക്കാലത്തെ ആഗ്രഹം പോലെ അയാളൊരു 1 മാസ്റ്റർ ഡോഗിനെ അല്ലെങ്കിൽ അയാൾ അങ്ങനെ കണ്ടെത്തി. പിന്നെ ചെയ്ത സൗരഭ് സാറിനെ കുറിച്ചും പറയണം കേട്ടോ. പുള്ളി എന്താ പറയാ ആനിമലൊക്കെ കണ്ടല്ലേ, ആനിമലിൽ ഉള്ള പുള്ളിയാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നമ്മുടെ സിനിമയിൽ. ഈ കാസ്റ്റിംഗ് എല്ലാം നല്ല ഇതിൽ പോകും. പെട്ടെന്ന് ഹേ വാട്ട്സ് ഹാപ്പനിങ്, അദ്ദേഹത്തിന്റെ ആ ഫ്ലാഷ് ബാക്കിൽ ആ ടോണേ അദ്ദേഹം വന്നപ്പം അതിനെ എൻഹാൻസ് ചെയ്തു. അല്ലെ കണ്ട് ശൈലി, ഈ പറയുന്ന ശൈലിയൊക്കെ നമ്മൾ കണ്ട് ശീലിക്കാത്ത ഒരു പുതിയൊരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് സ്പേസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ അങ്ങനെ ഒരു ആളെ ചൂസ് ചെയ്തത്. ജോർജിനെ കാണുമ്പോൾ എങ്ങനെയാ? അതെ എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? നമുക്ക് മലയാളത്തിൽ ആക്ടേഴ്സ് ഇല്ലായിട്ടല്ല, അങ്ങനത്തെ ഒരു ആക്ടറിന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ബ്രേക്കിംഗ് ദ പാറ്റേൺ. എനിവേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ലൈക്ക് ഹി സെഡ് DOPയുടെ കാര്യം. ലൈക്ക് അധികം നമ്മൾ സൺലൈറ്റേ കണ്ടിട്ടില്ല. ഇതിൽ കൂടുതൽ ഒരു മഞ്ഞും ഒരു മൂടലും ഞങ്ങളും കണ്ടില്ല. ആണല്ലേ? അത് ഒന്നാമത് ആ ജൂൺ ജൂലൈയില് തണുപ്പുള്ള സമയത്ത് മഴ റെഡ് അലേർട്ട് ഉള്ള സമയത്താണ് ആ ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞങ്ങളും സണ്ണിനെ കണ്ടില്ല. അല്ല ബാഹുലേട്ടൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഡിറ്റർമൈൻഡ് ആണ്. പുള്ളിയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ എന്താ പറയാ സിനിമാറ്റോഗ്രഫിയും ചെയ്യുമ്പോഴും എഴുതിയ വിഷ്വല് ഇമാജിനേറ്റ് ചെയ്ത അതേ സാധനം പുള്ളിക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു അത്രയും ഒരു എന്താ പറയാ ഒരു വിഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഓരോ ഷോട്ട് വയ്ക്കുമ്പോഴും ഒരു രീതിയിലുള്ള കോംപ്രമൈസും കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യത്തില്ല. അപ്പൊ എങ്ങനെയാണോ പുള്ളി മനസ്സിൽ കണ്ട് എഴുതിയത് അതുപോലെ തന്നെ പുള്ളിക്ക് വേണമെന്നുള്ള, അത് ഈ പറയുന്ന മഴയും കാറ്റും ഒന്നും പുള്ളിക്ക് ഒരു എന്താ പറയുക ഒരു ഒബ്സ്റ്റക്കിൾ ആയിരുന്നില്ല. അതിനെ മുന്നിൽ വെച്ച് നിന്ന് തന്നെ ചെയ്യാന്നുള്ളൊരു ആ ഒരു വിഷൻ പുള്ളിക്ക് നല്ല രീതിയിലുണ്ട്. ഫസ്റ്റ് ഓഫ് എസ് കൈൻഡ് ആണ്. കാരണം ഇതിന്റെ മുന്നേ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇല്ല. റൈറ്റർ ക്യാമറമാൻ, റൈറ്റർ ക്യാമറമാൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഇല്ല. കാരണം റൈറ്റർ ഡയറക്ടർ ഉണ്ട്, അങ്ങനെ ക്യാമറമാൻ റൈറ്റർ ആക്ടർ ഉണ്ട്, ക്യാമറമാൻ ആക്ടർ ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പറയിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ റൈറ്റർ ആക്ടേഴ്സ് ആരാ ഉള്ളേ? അയ്യോടാ, എങ്ങനെയാ തുടരനിലെത്തിയത്? ഞാനോ തുടരത്തിലെത്തിയത് എന്താ, ഞങ്ങള് ടോർപിഡോ, അതായത് ഞാൻ എഴുതുന്ന പടം, തരുൺ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് ഇൻ ബിറ്റ്വീൻ തുടരും കയറി വന്നത്. ലാലേട്ടൻ്റെ കുറച്ച് ഡേറ്റ്സ് ഫ്രീ ആയി. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് ഇതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഡേറ്റ് വന്നപ്പം പെട്ടെന്ന് ചെയ്യല്ലേ. ആക്ച്വലി പ്ലാൻ ചെയ്ത് 2025 ജാനുവരിയിലാണ് തുടരും ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങൾ ടോർപിഡോ തീർത്തിട്ട് ഇതിലേക്ക് കയറാം എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ഡേറ്റ്സും അങ്ങനെയാണ് നിന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം മാറി മറിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 17-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൻ്റെ വീട്ടിലാണ്. തരുൺ വിളിക്കുന്നു, ചേട്ടാ എവിടെ? ഞാൻ വീട്ടിൽ. പെട്ടെന്ന് കയറി വാ, നമുക്ക് ഷൂട്ട് തുടങ്ങണം. ഞാൻ ഷൂട്ട് തുടങ്ങണം, ഏപ്രിലിൽ ഷൂട്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞു നിനക്ക് തലക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു. കാരണം ഒരു മാസമേ ഉള്ളൂ, മനസ്സിലായി. മാർച്ച് 17, ഏപ്രിൽ 22 ഞങ്ങൾ ഷൂട്ട് തുടങ്ങി തുടരും. ആ ഒരൊറ്റ മാസമാണ് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്ത ആ പടം.
അതിൻ്റെ ഇടയിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഇത്രയും സ്ഥലങ്ങളും. അത് ഇത്രയൊരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. അതിന് തരുണും എല്ലാവർക്കും ഒരു കൈ കൊടുത്ത് ഇങ്ങനത്തെ സിനിമ എത്ര നാള് പ്രീ പ്രൊഡക്ഷൻ നടക്കും? ഇമ്മീഡിയറ്റ് പ്രീ പ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ തരുൺ ആഡ് വിഷൻ ആൻഡ് ഗുഡ് ഐഡിയ അബൌട്ട് ദ സ്ക്രിപ്റ്റ്. പക്ഷെ നമ്മളത് ചെയ്തു കൊടുക്കുക, നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുക, ലൊക്കേഷൻ കണ്ടുപിടിക്കുക, ആൾക്കാരെ കാസ്റ്റിംഗ് നടത്തുക, അങ്ങനെ. അപ്പം സോ ലൈക്ക് ഞാൻ തുടരത്തിലേക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ തരുണിൻ്റെ അടുത്ത് പറഞ്ഞു, തരുൺ ഞാൻ നന്മമാരായി അഭിനയിച്ചെങ്കിൽ മതിയായി ഏകദേശം എന്ന് പറഞ്ഞു. ഒരുപാട് സിനിമയിൽ നന്മമാരാണ്. എന്നെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് 2 നല്ല വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ആളായി മാറി തുടങ്ങിയായി. ഞാൻ തരുണെ കുറച്ചൊന്ന് ആൾക്കാരെ വെറുപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുതുമെന്നൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അതിൽ ലാലേട്ടൻ കഴിഞ്ഞപ്പം ഫിക്സ് ആയ ക്യാരക്ടർ ഞാനാണ്. അപ്പം തരുൺ ഇത് ചെയ്താൽ മതി, ആൾക്കാരെ എടുത്ത് എയറിലാക്കി കൊടുക്കും. ആക്ച്വലി ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് ആഗ്രഹിക്കുന്നത് എന്നെ എല്ലാരും കൂടി ഒന്ന് വഴക്ക് പറ, എന്നെ ഒന്ന് അവരുടെ അവാർഡ് അല്ല, അവര് വെറുക്കുക, അവര് ചീത്ത വിളിക്കുക എന്ന് പറയുമ്പം അത് വർക്കായി. നമുക്ക് ഇതുപോലത്തെ കുറച്ച് ജോക്സ് അടിച്ചാലോ? റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? മൈജി പ്രസൻസ് പൊലിമാനി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ അടുത്തത് ഒരു റാപ്പിഡ് ഫയർ ആണ്. ലെറ്റ്സ് സീ ഹൂ വിൻസ്. ഓക്കെ, ബിക്കോസ് ഇതൊരു കോമ്പറ്റീറ്റീവ് ഐറ്റം ആണ്. ആദ്യം ആരുടെ അടുത്ത് നിന്ന് തുടങ്ങണം? ഐ സ്റ്റാർട്ട് വിത്ത് മുതിർന്നവർ. അപ്പൊ ഐ സ്റ്റാർട്ട് വിത്ത് യു. ഇമോഷണൽ മുതിർച്ചയാണോ അതോ ബിക്കോസ് ഹീസ് യങ്, ഭയങ്കര എനർജി, experience matters. So let's start with Sandeep. Okay? ഒരു മൂവി റോൾ demands you to play an alien, a boxer, ഒരു historical warrior. Which one will you choose? Just for fun. Warrior ആയിരിക്കും, കാരണം ബോക്സർ ഞാൻ ചെയ്തു. ഏലിയൻ വേണ്ട. അല്ല ഇപ്പൊ വേണ്ട. ഇപ്പൊ എന്റെ ഉള്ള മുഖം ഒന്ന് ഞാൻ വൃത്തിയായിട്ട് കാണിക്കട്ടെ ആദ്യമേ, എന്നിട്ട് ഏലിയൻ ആയിട്ട് വരാം. അപ്പൊ വാരിയർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വൺ മലയാളം ഫിലിം ഡയലോഗ് വിച്ച് യു കീപ് യൂസിങ് ഇൻ യുവർ റിയൽ ലൈഫ്. ഒരുപാടുണ്ട് ആക്ച്വലി. ഇത് പറയും, അത് ഏത് പടത്തിലാന്ന് എനിക്ക് മറന്നേ. വേണ്ട 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 ഞാൻ അങ്ങനെ സ്ഥിരം പറയുന്നത് ശ്രീനിയുടെ അടുത്ത്. അല്ല അല്ല തമാശയാക്കണ്ട്, അല്ല തമാശ ആക്കണ്ടട്ടാ, തമാശ എന്നെ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞു പറയും. അപ്പൊ ഞാൻ അങ്ങനെ ആരാന്ന് പറഞ്ഞു? ശ്രീനിയോ? ശ്രീനിയോ കാണണല്ലോ ഷോ ചെയ്യുമ്പോ. ഒരാളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നാ മുഖത്ത് നോക്കിയാണെന്ന് പറഞ്ഞത്. ഏതെങ്കിലും മൂവി കണ്ടിട്ടോ അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ടോ ഏയ് ഇത് ഭയങ്കര വൈബാണല്ലോ, ഇതൊക്കെ നമുക്ക് എന്താ നേരത്തെ തോന്നാത്തെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ത് സിനിമ കണ്ടിട്ട് എന്ത് തോന്നിയിട്ടുണ്ടോ? സിനിമ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോന്നാണോ? ഇല്ല, അതിലൊരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്. അതിപ്പോ നമുക്ക് എന്തിനാ തോന്നുന്നത്? തോന്നില്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനിപ്പം നല്ലൊരു ക്യാരക്ടർ കണ്ടു, എനിക്ക് അതുമാരത്തെ ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റിയ. അല്ല, ഈ കൗതുകം തോന്നിയിട്ടുണ്ടോ കേട്ടോ? അതായത് നമ്മള് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇപ്പൊ ടൈറ്റാനിക് കണ്ടപ്പം എനിക്ക് അതായത് അവര് മുങ്ങിച്ചാവാൻ പോയപ്പം അല്ല, ആ തടിക്കഷ്ണത്തിന്റെ മുകളില് റോസ് കയറി കിടന്നില്ലേ, ഐ വാസ് ലൈക്ക് വാവ്, വാട്ട് ആൻ ഐഡിയ. എന്നിട്ട് ജാക്കിനെ കേട്ടില്ല സ്ഥലം ഉണ്ടായിട്ടും, അത് നോട്ട് ചെയ്തു. അത് ശ്രീനി കൂടി നോട്ട് ചെയ്ത ഐഡിയ. ശ്രീനി കപ്പലിലൊന്നും ഇൻ കേസ് ഇനി നമുക്ക് അങ്ങനെ വരാൻ പറ്റിയ, നമുക്ക് ഇനി അവനെ ഒരു തടി കഷ്ണത്തിൽ തൂങ്ങി കിടക്കാം. കേട്ടല്ലോ, അവിടെ തന്നെ എത്തി. അതുപോലെ എന്തെങ്കിലും തോന്നി പറ. അങ്ങനെ നമുക്ക് ചെയ്യാന്ന് തോന്നിയിട്ടില്ല, പക്ഷെ ഒരു പുതിയൊരു നോളജ് പോലെ ഇപ്പൊ ഇൻഡസ്ട്രിയലർ ഒക്കെ കണ്ടപ്പോ നമുക്ക് പുറത്തു നടക്കുന്ന എന്താ പരിപാടി നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ ഒരു നല്ലതല്ലേ? കുറച്ചേരൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിടാനൊക്കെ തോന്നും. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരേത്. ഞാൻ വന്നിട്ട് അവിടെ ഇങ്ങനെ മണ്ണിട്ടോണ്ടിരിക്കും. ഇപ്പൊ ഏറ്റവും റിപ്പീറ്റിൽ കേൾക്കുന്ന പാട്ട് റൊമാൻറ്റിക് ആണോ? ഇപ്പൊ എനിക്ക് സയ്യാര പ്ലേസ്ഡ്. ഓ, അപ്പൊ റൊമാൻസ്. ഓ, സയ്യാര പോലെ ഒരു മൂവി വന്നാ ചെയ്യോ?
നോക്കാന്നോ? അതുണ്ട് ഇവന്റെ ഒരു കാര്യം പറഞ്ഞേ, ഇവന്റെ വിനീതേട്ടനെ അടുത്ത് കിട്ടിയപ്പോ ഇവന്റെ ഫുൾ ചോദ്യങ്ങളും ഒക്കെ ഈ റൊമാൻസ് ആ റൊമാൻസ് പടങ്ങള് അതായിരുന്നു. ഇപ്പം അത്തരം സിനിമകൾ ഇല്ലല്ലോ. എനിക്കത് ചോദിക്കണം. ഞാനെല്ലാം അത് മാറ്റി വെച്ചത്. ലവ് സ്റ്റോറിയാ ഇഷ്ടം. അല്ല ഇപ്പൊ മരഞ്ചുറ്റി ഓണവും അങ്ങനത്തെ പാട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവന് അറിയേണ്ട 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ലിപ്സിങ്ക് പാട്ട് പാടുന്നത്, പിന്നെ ഒന്ന് തബുവിന്റെ കൂടെ അല്ല ലിപ് ലോക്ക്. ഞാൻ ലിപ്പെന്ന് പറഞ്ഞപ്പോഴേ ആ ഫ്ലോയിൽ പറഞ്ഞു ലിപ്സിങ്കും പിന്നെ ലിപ് ലോക്കും. തബുയുടെ കൂടെ വിനീതേട്ടൻ മറ്റേ ആ പാട്ടില്ലേ കാതൽ ദേശത്തിലെ, അത് വേറെ. അതല്ലാണ്ട് അവരൊരു അബ്ബാസും ഇവര് 3 കൂടി ഉള്ളൊരു സോങ് ഇല്ലേ, അപ്പൊ അതൊക്കെ ഇവൻ കണ്ടിട്ട് ഇങ്ങനെ ശരിക്കും അഭിനയിക്കുമ്പോ പ്രേമം വരുമോ ചേട്ടാ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് കൊറേ എന്നെ കാണിച്ചു റൊമാൻറ്റിക് ആയിട്ടുള്ള കൊറേ പ്രൊവോക്കേഷൻ വന്നു. ഈ കുട്ടീന്റെ ചോദ്യം ആദ്യം പോയതിന്റെ ശേഷമാണ് അയാൾ കാണിക്കാൻ തുടങ്ങിയത്. അതല്ല ഇത്രേ ഉള്ളൂ. ഞാൻ കൊറേ വീഡിയോസ് ഇങ്ങനെ വിനീതേട്ടന്റെ പഴയ, ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഒരു കാരവനിലായിരുന്നു, ഞാൻ ഇങ്ങനെ പഴയ വിനീത് ആക്ടിങ് സോങ്സ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നോക്കിയപ്പോഴേക്കും കൊറേ വീഡിയോസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാം റൊമാൻറ്റിക് പടങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പൊ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്നൊക്കെ പണിട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പുള്ളി സെലക്ട് ചെയ്ത് കുറെ എന്നെ കാണിച്ചു. ഭയങ്കര റിയൽ ഇമോഷൻസ്. ഇതൊക്കെ റിയൽ ആയിട്ട് വന്നാണ്. അല്ല വിനീതേട്ട ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രണയം തോന്നും. അങ്ങനെ ഇതിപ്പോ കാഷ്വൽ ആയിട്ടാണ് ഇപ്പം പറഞ്ഞത്. ഇങ്ങനെയല്ല വിനീതേട്ട ഞങ്ങൾ അടുത്ത് പറഞ്ഞത്. ഇതിനൊരു മോഡുലേഷൻ ഉണ്ടായിരുന്നു, ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. അത് വിനീതേട്ടന്റെ അടുത്ത് തന്നെ പോണ്ടി വരും. കൃത്യമായിട്ടുണ്ട്. ഇത് ഇത് ഇങ്ങനെ ഭയങ്കര ഇവൻ പറഞ്ഞ വരി ഒറ്റ വരിയിലല്ല. ഈ പാവത്തിന് നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാല് ഇടി പടക്കളത്തിൽ ഉണ്ടായിരുന്നു, ചാൻസ് ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് സീനിൽ അവള് ബ്രേക്കപ്പ് ആക്കി. എന്താ അങ്ങനെ? എല്ലാ പടത്തിലും ബ്രേക്കപ്പ്, ഫാമിലിയിലും. പക്ഷെ എന്താ പ്രശ്നം, അതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? മോൻ ഇപ്പോഴും സിംഗിളാ ഈ പെണ്ണുങ്ങളുടെ മുമ്പില്. അവരുണ്ട് മോന്, അവരുണ്ട് ചേട്ടാ, ഞങ്ങളുണ്ട് കൂടെ. അപ്പം യു ആർ ലൈക്ക് ഓപ്പൺ. ഇതേ ഇഫ് യു റൊമാൻസ് എ ഗേൾ അവരുടെ ഹൃദയം തകരും. സോ ഐ ഫീൽ ലൈക്ക് യു ഷുഡ് നെവർ ഡു റൊമാൻറ്റിക് മൂവീസ്. ആണോ? റൊമാൻസ് വേണ്ട, ചെയ്യണ്ട, ചെയ്യണം, അവരുടെ കൂടെ ചെയ്യണം എന്നാ പറയണത്. അപ്പൊ സോങ് പറഞ്ഞില്ല. ഏത് പാട്ട്? പാടിയില്ല. അയ്യോ പാട്ട് ഞങ്ങൾക്ക് TRP വ്യൂ കിട്ടാനേ, ഇത് റീൽ അടിച്ചു വിടാനേ. നമുക്ക് പനിയല്ലായിരുന്നോ ഗോവയിൽ പോയിട്ട്? ആയിരുന്നില്ല, അത് പാസ്റ്റ് ടെൻസ് അല്ലേ, ഇപ്പില്ലല്ലോ. ഞാൻ കൂടും. ഞാൻ ഏതെങ്കിലും പാട്ട് പാടോ? He doesn't sing? ഓ ആ ടാലന്റ് ഇല്ലല്ലേ? I think you have. ഇല്ല, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അടുത്ത ചോദ്യം ഇല്ലേ? മനസ്സിലാവുന്നില്ല. നാടൻ പാട്ടൊക്കെ പാടാം. നാടൻ പാട്ട് മാത്രമല്ല, പിന്നെ ഞാൻ പടത്ത് പാടി കേട്ടില്ല. സോറി. അല്ല, വിക്കിപീഡിയ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ പാടി കേട്ടില്ല. ഇല്ല, ഇപ്പൊ കേൾപ്പിക്കേ. കേൾക്കാത്ത ഒരാളെ മുമ്പിൽ എന്തിനാണോ നമ്മളെ വില? ഞാൻ കേട്ടു ഇത്. Okay, അടുത്ത question. Okay. If not acting, then what? No, plan A. A മാത്രമേ ഉള്ളൂ. പ്ലാൻ ബി ഇല്ല. Oh, thank you. very good. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അതെ. One movie you could watch over and over and over again. CID മൂസ. പിന്നെ അതുപോലെ പറക്കം തളിക, പട്ടാഭിഷേകം, രണ്ടും മിക്സ് ചെയ്തു. The same vibe, da? Yeah, bro. What instantly motivates you? എനിക്ക് ഇത് മതി, എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. Music, film and music. What is the one food you absolutely cannot share? Like അത് കിട്ടി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പ്ലേറ്റിൽ കൈ വെക്കരുത് എന്ന് പറയുന്ന ഒരു? അങ്ങനെ ഇല്ല, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. ചെയ്യട്ടെ. അല്ല ഷെയറിംഗ് ഈസ് കെയറിംഗ്. എന്തെങ്കിലും ഫുഡ് ഞാൻ
അത്ര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ തൊട്ടുള്ള കയ്യാൻ കൊത്തു ഞാനാ ടൈപ്പാ. അതാവണം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ ഷെയറിങ് കൊച്ചുകുട്ടിയല്ലേ. ഓക്കെ, എ സ്കിൽ യു വിഷ് യു ലേൺഡ് ഏർലിയർ. ഓ, ഇത് നേരത്തെ പഠിക്കായിരുന്നു. എന്താ പറയാ, അഭിനയം തന്നെ ആയിരിക്കാം. കുറച്ചും കൂടെ പോളിഷ് ചെയ്ത് നേരത്തെ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഇതേപോലെ ബിനുചേട്ടൻ, വിനീതേട്ടൻ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന് കൂടെ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിസ്ഡം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പോഷർ കിട്ടിയാൻ തോന്നി. ഈ ഏജിൽ തന്നെ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഇത്രയും നല്ല ആക്ടേഴ്സിന്റെ കൂടെ അറ്റ് പാർ പിടിച്ചു നിന്നു. ആൻഡ് യു പെർഫോം സോ വെൽ വിത്തൗട്ട് എനി ഇൻഹിബിഷൻ. മടക്കുപാറയില് മടക്കുപാറ. Which genre would you like to explore next? റൊമാൻസ് ആയിക്കോട്ടെ. അപ്പൊ നല്ലൊരു കൈഡി. ബ്രില്യന്റ് ജോബ് ചേട്ടാ. ഇതൊക്കെ മേലെ ആയിരിക്കണം പെർഫോമൻസ്. ഐ വാണ്ട് ലൈക്ക് ഫയർ. അതിനാണ് റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് യു വർക്ക്ഡ് ഇൻ ആനിമേഷൻ ഫോർ 13 years, 13 വർഷം ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട്, ഇഫ് യു ഹാഡ് ടു ആനിമേറ്റ് വൺ മലയാളം ക്യാരക്ടർ, ഏതെങ്കിലും ഒരു മലയാളം ക്യാരക്ടറിനെ ആനിമേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ടേൺ ഇറ്റ് ഇൻ ടു എ കാർട്ടൂൺ ക്യാരക്ടർ, ഹൂ ഓർ വിച്ച് ക്യാരക്ടർ വുഡ് യു ചൂസ്? മൈ ഡാഡ്. Tell me about your dad. How is your relationship with him? Your most sweetest memory with him? സ്ഥിരമായിട്ട് അടിയിട്ടുന്നത് തന്നെയാണ് സ്വീറ്റസ്റ്റ്. സെയിം പിഞ്ച്, സെയിം ബ്ലഡ്. സ്നേഹമുള്ള സ്നേഹമുള്ള നമ്മളൊക്കെ ആ ജനറേഷനാണ്, അടിയിട്ടുന്ന ജനറേഷൻ എന്നും പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ നന്നായി. എന്തായിരുന്നു കുരുത്തക്കേടുള്ളത്? നല്ല നല്ല കുരുത്തക്കേടുകളുണ്ടായിരുന്നു. അന്ന് ഫോണില്ലല്ലോ, നമുക്ക് വേറെ ജോലിയില്ല, അപ്പൊ കുരുത്തക്കേട് കാണിക്കാം. ഫോണില്ല, ഉള്ള ഫോൺ തന്നെ ഒരു നമ്പർ ലോക്ക് ഇട്ടിട്ട് അടച്ചു. കറക്കണ ഫോണല്ലേ, അതിനൊരു ഇത് കുഞ്ഞു പൂട്ടുണ്ടോ? കുഞ്ഞു പൂട്ടുണ്ട്, അതിട്ട് പൂട്ടി. അതൊക്കെ അറിയില്ല മോനെ. ടെലിഫോൺ എനിക്കില്ലല്ലോ. ഒരു ഡയറക്ടറി ഉണ്ടാവും, ഒരു വലിയ ബുക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ അതിൽ ഇഷ്ടമുള്ള പേരെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് അത് കടക്കടക്കടക്കടന്ന് തിരിഞ്ഞു ഇറങ്ങും. സംഭവം ഏറ്റവും പാട് വണ്ണാണ്. സീറോ ആണ് ഫുൾ റൗണ്ട്. എനിക്ക് ഐ ലവ് സീറോ. ആൻസർ പറയായിരുന്നല്ലേ. അച്ഛനെ കുറിച്ച് നോർമൽ ആളായിരുന്നു. കാരണം അച്ഛൻ വീടിന്റെ പുറത്തൊക്കെ അച്ഛനെ കാണാൻ, കാരണം അന്ന് ഈ സോ കോൾഡ് സെലിബ്രിറ്റി പരിപാടി ഇല്ല. സാധാരണ ഒരാളാണ്. അച്ഛനെ അറിയുന്നവർക്കൊക്കെ, ആ നാട്ടിലുള്ളവർക്കൊക്കെ അച്ഛനെ അറിയാം. അച്ഛനൊരു ലുങ്കി കൊടുത്ത് ഒരു തലയിലൊരു തോർത്തും കെട്ടി ഷർട്ട് ഇടാണ്ടാണ് മീൻ മേടിക്കാനൊക്കെ പോവുക. അത്രയും സിമ്പിളാണ്. അത് അന്ന കാലത്ത് എൻ്റെ അച്ഛൻ മാത്രമല്ല, ആ സമയത്ത് അഭിനയിച്ച നടന്മാരൊക്കെ എല്ലാവരും സിമ്പിളാണ്. അങ്ങനെ നോർമൽ ഒരു ആളായിരുന്നു. അങ്ങനെയല്ല. പിന്നെ കാണാൻ കിട്ടുന്നത് വളരെ ചുരുക്കമായിരുന്നു എന്ന് മാത്രം. വീട്ടിൽ കാണാൻ കിട്ടുന്നത് ഭയങ്കര ചുരുക്കമായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. If your dad had to watch ഇപ്പം ചേട്ടൻ ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഒരു സിനിമ അച്ഛന് കാണിച്ചിരുന്നെങ്കിൽ, കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ്? ഒരു സിനിമയല്ല, 2 സിനിമ ഉണ്ട്. ഒന്ന് തുടരും, അതുകൊണ്ട് സൈക്കോ. A villain role or a comedy role, what is your instant pick? Villain. If you had to swap lives with one Malayalam actor for a day? ജഗദീഷ് ശ്രീകുമാർ. നല്ലൊരു വൈ ജഗത് ചേട്ടൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഇപ്പം ഒരു ചോദ്യം, അച്ഛൻ്റെ അഭിനയമാണോ ജഗദീഷ് ചേട്ടൻ്റെ അഭിനയമാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ജഗദീഷ് ചേട്ടൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടം. അച്ഛനെക്കാട്ടും അച്ഛൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ജഗദീഷ് ചേട്ടനാണ് ഭയങ്കര, എനിക്ക് എന്തോ പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ടൈമിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടറാണ്. കാരണം ഇവരൊക്കെ കോമ്പോസും അങ്ങനെ തന്നെ. ഞാൻ ഇപ്പോഴും കാണുന്ന സിനിമകളിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ച പല സിനിമകളും, അത് ഇപ്പം പശുപതി ആണെങ്കിലും ഇവർ തമ്മിലുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഭയങ്കര രസമാണ്. ഇവരുടെ ടൈമിംഗ് ആണത്. കാരണം അത് ഭയങ്കരമായിട്ട് ഇവർക്ക് ആ ടൈമിംഗ് ഉള്ളതിനെ കൊണ്ട്, കാരണം ലൈക്ക് ഇവനെ ഇരുത്തിയും കൊണ്ട് പറയല്ലേ, ലൈക്ക് എനിക്ക് നല്ല ടൈമിംഗ് ആയിരുന്നു ഇവൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ, ഇവനെയും രഞ്ജിത്തും. ലൈക്ക് ബോത്ത് ഓഫ് ദം. കാരണം എനിക്ക് രഞ്ജിത്തും അതേമാതിരി തന്നെ ഞങ്ങളെ കൂടെ എൻ്റെ ക്ലീനറായിട്ട് അഭിനയിച്ച പയ്യൻ,
അപ്പോൾ സോലൊക്കെ സന്ദീപിൻ്റെ അടുത്ത് ഞാൻ തരുണിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഇവനെ അഭിനയിപ്പിക്കാൻ വേണ്ടി നോക്കിയാണ്, ആളെ കിട്ടിയില്ല ഞങ്ങൾക്ക് തുടരത്തിൽ. ആ മകനായിട്ട് ഇവനായിരുന്നു. ഇവൻ ജിംഖാനയിൽ ഇടി കൊണ്ടുകൊണ്ടിരിക്കും. അവിടെ ഇടി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വിളിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് കൊല്ലാൻ കിട്ടിയില്ല. അവര് ഇടിച്ചിട്ടുള്ളൂ, ഞങ്ങൾ കൊല്ലാനാ നോക്കിയത്. അപ്പൊ സോലൊക്കെ അത് കഴിഞ്ഞപ്പോൾ തരുൺ എന്നോട് ചോദിച്ചു, ഇവനും തരുണൊക്കെ വൈക്കംകാരാ. തരുൺ ചോദിച്ചു എങ്ങനെയുണ്ട്, അവൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കൊള്ളാം, അവന് പയ്യന് പരിപാടി അറിയാം, അവന് ടൈമിംഗ് ഉണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് എങ്ങനെ നമ്മൾ ഡയലോഗ് പഠിക്കുന്നു, നമ്മളെങ്ങനെ നമ്മൾ വന്നിട്ട് എല്ലാം പഠിച്ചു ഇനി അങ്ങോട്ട് പറയാം എന്നുള്ളതല്ല. കാരണം അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഒരു ആക്ടറായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ നന്നാവുമ്പോൾ മാത്രമേ ഞാനും നന്നാവുള്ളൂ. നന്നായി നിങ്ങൾ അഭിനയിക്കുമ്പോഴേ എനിക്കും പറ്റുള്ളൂ. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഇല്ലെങ്കിൽ പോലും പെർഫോം ചെയ്യുന്ന ഒരാളാണ് ജഗദീഷ് ശ്രീകുമാർ. അല്ലല്ല, ഞാൻ ജഗദീഷ് ചേട്ടനിലാണല്ലോ തുടങ്ങി. അതുകൊണ്ടാണ് കാരണം പുള്ളി ഒറ്റയ്ക്ക് അതെ, അതൊക്കെ ഞാൻ വെട്ടിക്കളയുന്നോണ്ട് നിങ്ങൾ ആ സൈഡ് ഇപ്പൊ നേരിട്ട് കണ്ടു. എപ്പിസോഡിൽ ഇതൊന്നും ഇനി വരുമ്പോ ഞാൻ അടുത്ത ആളോട് വരുമ്പോ വരില്ലാന്നാണോ വിചാരിക്കുന്നത്? എന്റെ കണ്ണടയിൽ ഒരു ക്യാമറ കാണുന്നുണ്ടോ? കണ്ടു, ഞാൻ അത് ചോദിക്കണം വിചാരിച്ച്. പക്ഷെ അത് 1 മിനിറ്റിൽ ഓഫ് ആവൂലേ? ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് പറ്റൂല അത്. അപ്പൊ നീ എന്ത് കട്ട് ചെയ്യുന്നോ അത് ഞാൻ എന്റെ ചാനലിലൂടെ ഉണ്ട്. അല്ലാണ്ട് എനിക്ക് കാഴ്ച കുറവൊന്നുമില്ല എന്ന് വെച്ചിരിക്കേ. കൊച്ചങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വിളിക്കൂ ശ്രീനി, ആ കണ്ണാടി എനിക്ക് തരോ പ്ലീസ്. കുടുംബക്കാർക്കൊക്കെ സന്തോഷമുണ്ടല്ലോ, അതെന്താ? എല്ലാം റെക്കോർഡ് ചെയ്തു. ഈ ആംഗിൾ എങ്ങനെയുണ്ട്? നല്ല ആംഗിൾ. സിനിമ ഓർ ആനിമേഷൻ, which one defines you more? ആനിമേഷന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് സിനിമയിൽ വളരെയധികം പ്രയോജനപ്പെടുന്നത്. എനിവേ, അടുത്ത ക്വസ്റ്റ്യൻ. A Malayalam movie you wish to remake and which role would you take in that movie? മലയാള സിനിമ റീമേക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു സിനിമ. റീമേക്ക് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അഭിനയിക്കാൻ ആഗ്രഹമില്ല. ഓക്കെ, കൗരവർ. അതെന്താ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത? അല്ല, അഭിനയിക്കാൻ എൻ്റെ അച്ഛൻ ചെയ്ത റോൾ തന്നെ ഞാൻ അഭിനയിക്കാം. സോ പക്ഷെ എനിക്ക് കൗരവർ റീമേക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ ഹോപ്പ് യു ഡു ദാറ്റ്. ബിക്കോസ് ഇപ്പം ഡിറക്ഷൻ മാത്രമേ ഉള്ളൂ ഇനി ഒരു ബാക്കി അല്ലേ? ഹി ഹാസൻ ടച്ച് ദാറ്റ് ആൻഡ് വി വുഡ് ലവ് ടു സീ യു ആസ് എ ഡയറക്ടർ ബിക്കോസ് യു ആർ എ ബ്രില്യൻ ആക്ടർ. എല്ലാ രീതിയിലും യു എക്സൽ. ഐ തിങ്ക് യു ആർ എ പെർഫെക്ഷനിസ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ ലെറ്റ്സ് സീ, ലെറ്റ്സ് വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വൺ തിങ് you want people to remember you for as an actor and as a human? നല്ലൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. As an actor, നല്ലൊരു വില്ലനായിട്ട്. കാരണം വില്ലൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഈ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഡു യു ഫീൽ വെരി ഡാർക്ക് ഇൻസൈഡ്? ഓർ അത് പെർഫോം ചെയ്യുമ്പം അത് ആ ഒരു സമയത്തല്ലേ, ആ ഒരു ചിലവർ ആ ക്യാരക്ടറിൽ അകപ്പെട്ടു പോകുന്നു. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടോ? അല്ല, അത് ആയിപ്പോയിട്ടൊന്നുമില്ല, തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഒരു ഫോർ എ ടൈം ബീങ് നമ്മൾ അതിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തുടരത്തിൽ ലാലേട്ടൻ്റെ ഷർട്ട് പിടിച്ചിട്ട് ഞാൻ തനിക്ക് ബെന്നിനെ അറിയില്ല, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വിട്ടുവരാൻ ഒരു 2 മിനിറ്റ് സമയം എടുത്തു. ഷർട്ടിന്ന് വിടാനാ? അല്ല, ഷർട്ടിന്നല്ല. ആദ്യത്തെ കൗണ്ടർ ഓയ്യോ, അതിന് കയ്യടി. അറേബ്യൻ ഗോൾഡ് അത് കട്ട് ചെയ്തിട്ടോ? അത് കേട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ലീക്ക് ചെയ്തോ. അല്ല, അത് നമ്മൾ അത്രയും പ്രഷർ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അതെ, നമ്മൾ പ്രഷർ എടുത്ത്, കാരണം ഇയാളങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഊരി വരാൻ കട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു അല്ല, എന്താ അത്രയില്ല. വാട്ട് മേക്സ് യു ഇൻസ്റ്റന്റ്ലി പീസ്ഫുൾ? അങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വറീഡൊക്കെ ആകുമ്പോൾ ഐ ഡ്രൈവ്. യു ഡ്രൈവ്? യു ആർ എ റൈഡർ ഓൾസോ. നമുക്കൊരു ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്യാം. നാളെ രാത്രി 2 മണിക്ക് മെറൈൻ ഡ്രൈവ് വെച്ച്
അപ്പൊ ട്രാഫിക് ഉണ്ടാവില്ല. ഓഫ് റോഡ് ഡ്രൈവിൽ ആ സർബത്ത് കടയുടെ അവിടെ വെച്ച് നമുക്ക് എനിക്ക് നടന്നു വന്നാൽ മതി, കാരണം ഞാൻ അവിടെ പൂർവ്വയിലാണ് താമസിക്കുന്നത്. പൂർവ്വ ഗ്രാൻഡ് ബൈയില് മെഡിമിക്സിന്റെ ബാക്കി കഷ്ണം നിങ്ങളുടെ കയ്യിലുണ്ടാ? ഉണ്ട്. രമേശ്, ഞാനിപ്പോ അവിടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഉണ്ട്, ജീവിക്കുക. ആണല്ലേ? കണ്ടേ ഇല്ല. ഇല്ല. ഓ ഭയങ്കര എടുത്തായിരിക്കും. സ്വിഗ്ഗി മാത്രമേ വരുന്നുണ്ടോ? സ്വിഗ്ഗി മാത്രമേ വരുന്നുള്ളൂ. ഓ ചുമ്മാല്ല, നമ്മൾ ഒരേ വൈബായത്. മാറാൻ സമയമായിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നു എന്റെ ഐഡിയാസ് ഒക്കെ എവിടെയാ വീഴുന്നു. താഴത്തെ ഫ്ലോറിൽ ക്യാച്ച് പിടിച്ചോണ്ടിരിക്കായിരുന്നോ? നിങ്ങളാണോ അവര് രാത്രി മറ്റേ ടേബിൾ വലിക്കുന്ന ഒച്ചയ്ക്ക്? നിങ്ങളാണോ? എനിക്കെന്തോന്നു ഭ്രാന്താ. ചെമ്മഞ്ചേട്ടന്റെ ഫ്ലാറ്റിന്റെ അവിടെയാണ്? അല്ല, ഞാൻ പുറത്താ. ആ ഭാഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മള് വാട്ട് മേക്സ് യു പീസ്ഫുൾ? ഞാൻ വണ്ടി എടുത്ത് എങ്ങോട്ടും പോകും. അപ്പൊ നമുക്ക് ബൈക്ക് റൈഡ്. നീ വരുന്നോ? ബൈക്കിലല്ലേ 3 പേര്? യു റൈഡ് ബൈക്സ് നോ? ഏത് ബൈക്കാ ഉള്ളേ? ബൈക്കില്ല, കിട്ടിയാ ഓടിക്കാം. എന്റെ ബൈക്ക് ഉണ്ട്, ഞാൻ തരില്ല. ഞാൻ കണ്ടു, മറ്റേ നിത്താര ഓടിക്കണ ബൈക്കല്ലേ? വേണ്ട BMW ബൈക്ക്. പേരെന്താണ്? 310. അതുണ്ട്. ആ ബൈക്ക് പേരെന്തോ ആവട്ടെ, ബൈക്കല്ലേ? സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ, പെട്രോൾ അടിച്ചാ ഓടുന്നുണ്ടല്ലോ, അത് മതി. ചേട്ടന്റെ ബൈക്ക് ഏതാ? എനിക്ക് ബുള്ളറ്റ് 500. കൂടുതലും ഞാൻ ഓഫ് റോഡിംഗ് ആണ്. എനിക്ക് ഓഫ് റോഡിംഗ് പറ്റത്തില്ല. വരൂ. എനിക്ക് ഇവിടെ മുറിവായ ചേച്ചി. ബിനുചേട്ടനോടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോ പറയരുത്. ഒരു 100 രൂപ GPay അടിക്കും. 100 രൂപ തരാൻ പറ്റുമോ? വെറും 100 രൂപ. So you are like a person who treasures friendship, അല്ലേ? Of course, yes. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈവൻ ലൈക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു പുൾ ഔട്ട് ജിത്തിൻസ് നെയിം, ധീരജ്, ലൈക്ക് കുറേ പേരുണ്ട്. സോ ലൈക്ക് ഓൾ ദീസ് പീപ്പിൾ, വിജയ്, വിനിൽ, ലൈക്ക് ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് 2002-03 ഞങ്ങൾ ബാംഗ്ലൂർ എത്തിപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ജോലിയില്ല. ഞങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയവരും അവിടെ ഡിഗ്രി കഴിഞ്ഞ് എത്തിയവരും ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട് എടുത്തിട്ട് ഒരു പണിയും ഇല്ലാണ്ട് ഡെയിലി വെറുതെ ഇരുന്ന് TV കാണുന്നതും അബുക്കൻ്റെ കടയിൽ നിന്ന് പൈസ കൊടുക്കാണ്ട് അരി മേടിച്ചു വന്ന് കഞ്ഞിണ്ടാക്കി തന്നു പറ്റ്. അങ്ങനെ സീലേക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരുപാട്. ബാംഗ്ലൂർ ഏത് വർഷം വരെ? ഞാനിപ്പോഴും ബാംഗ്ലൂർ തന്നെയാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചത്. ഞാനും ബാംഗ്ലൂരാണ് പഠിച്ചത്. രമേശ്, എല്ലാവരും ഉണ്ടല്ലോ. 10 കഷ്ണം എനിക്കും കൂടെ 2 കഷ്ണേ ഉള്ളൂ. ഇത് കുറേ മുറിക്കേണ്ടി വരും. ബാംഗ്ലൂർ ഒരു വൈബല്ലേ? ബാംഗ്ലൂർ പഠിച്ചാൽ അങ്ങനെ ബുദ്ധിയാവോ നമുക്ക്? അങ്ങനെ എങ്ങനെ? വളരെ ചുരുക്കം പേർക്ക് വരും. ചുരുക്കം പേർക്കുള്ളൂ അത്. Like why did he get it? ആ ഡയലോഗ് ഞാൻ ഓൾറെഡി അടിച്ച കൈ കൊടുക്കണ്ട. അത് ഓൾറെഡി പറഞ്ഞു കൗണ്ടർ. ഞാനൊരു ബുദ്ധിമതി അല്ല എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. ഈ തുടക്കത്തിലേ കിട്ടി. വന്ന് കയറിയപ്പോൾ തന്നെ ബുദ്ധിമതിയായിട്ട് അഭിനയിക്കേണ്ടി വരും അല്ലേ? കഴിവ് അതാണ്. ബുദ്ധിമതിയായിട്ട് അഭിനയിക്കേണ്ടി വരും. ഒന്ന് പറഞ്ഞു കൊടുക്കണേ, അവര് ഞെട്ടണം. മറ്റേ സീൻ അങ്ങനെ ഇറങ്ങാൻ നേരം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഫ്ലോ മാറും. ആ ഞെട്ടലോട് കൂടി ഞങ്ങൾ ശ്രീനിനെ കെട്ടിപ്പിടിച്ചിട്ട് പോട്ടാളിയാ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരും. സാരല്ല പോട്ടെ എന്ന് പറയേണ്ടി വരും. ഈ ഒരു ജന്മം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കും. ഇതിപ്പോ ഇങ്ങനെയായി 2 കുട്ടികളൊക്കെ ആയില്ലേ, അവരെ വളർത്തി പഠിപ്പിച്ച് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഈ ഡയലോഗും കൂടി പറയാം. നമ്മൾ ഒരേ ഫ്ലാറ്റിലാണ്, എന്തെങ്കിലും പ്രശ്നം നേരെ താഴെ അങ്ങനെ വാളിയാ ഫ്ലാറ്റ് നമ്പർ കൊടുത്തിട്ട് ഞാൻ നിന്റെ സൈഡായിരുന്നു. എനിക്ക് സോപ്പ് വന്നില്ലല്ലോ. സോപ്പാ? ഞാൻ നിന്നെ സോപ്പിടാം. നമ്മുടെ റാപ്പിഡ് ഫയർ തീർന്നു. ഭയങ്കര റാപ്പിഡ് ഫയർ ആയിരുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഐ റിയലി എൻജോയ്ഡ് ദിസ് എപ്പിസോഡ്. എക്കോ എന്ന് പറയുന്ന എക്കോ എന്ന് പറയുന്ന സിനിമ റിയലി ഒരു നമുക്ക് മലയാളികളെ പ്രൗഡാക്കുന്ന ഒരു മൂവിയാണ്. ഡെഫിനറ്റ്ലി ഇപ്പം റീസെൻ്റ്ലി മലയാള സിനിമയ്ക്ക് വരുന്ന അറ്റൻഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പീപ്പിൾ ആർ ലവിങ് അവർ മൂവീസ്. ഇപ്പം നമ്മൾ
ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമ ഇവിടെ ഇത്രയും നന്നായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ കാരണം ബിക്കോസ് വി വോണ്ട് ദിസ് മൂവി ടു റീച്ച് larger and larger audience, because nalla cinema should be appreciated, should reach the right audience, and that is why we are all here today. Definitely it's a great time for us. And എനിക്ക് സന്ദീപിനോട് ചോദിക്കാനുള്ളത്, what is your future plan? Like definitely romantic movie അതൊക്കെ ഉണ്ട്, but as an actor, where do you see yourself in 10 years? അല്ലേ, ഇപ്പം എൻ്റെ ഒരു ഇതൊന്നും ഇപ്പം എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്പേസ് അല്ല ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, റെസ്പോൺസിബിൾ ആവുക, നമ്മൾ എവറി സിംഗിൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ളതാണ്. അപ്പം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആയിരിക്കണം ബാക്കി കാര്യങ്ങൾ. അപ്പം ഹോൾ സ്റ്റെപ്സ്, നെക്സ്റ്റ് അത്രേ ഉള്ളൂ. നല്ല ഭയങ്കര തെളിവായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി. ഐ തിങ്ക് ആദ്യമായിട്ടാണോ അങ്ങനെയൊക്കെ? എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാനേ. What is your plan in 10 years? Where do you see yourself? ഞാൻ ഇനി ഒരു മെയിൽ അയച്ചാൽ അത് ഡിലീറ്റ് ചെയ്യും. ഇനി ഞാൻ വിളിച്ച് കൊണ്ടുപോയി ഓഡിഷൻ ചെയ്യും. ഞാൻ അഭിനയിക്കട്ടാ? എനിക്കറിയാം. പിന്നെ അത് ഹിറ്റായി ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എനിക്ക് പേയ്മെന്റ് വേണം, നമുക്ക് പ്രോഫിറ്റ് ഷെയർ മതി. എന്താ കൈ തരാത്ത? I produce. Oh my God. എന്തായിരുന്നു ചോദ്യം? 10 വർഷത്തിൽ എവിടെ ഉണ്ടാവും? ഇവിടെയൊക്കെ തന്നെ അല്ല, ഇവിടെ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂർ. ഞാൻ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്കിനെ കൊണ്ടാണ് പുറമെ താമസിക്കുന്നത്. 10 വർഷത്തിൽ ഒരു നല്ല ഡയറക്ടർ ആവണമെന്നുണ്ട്, കുറച്ച് സിനിമയും കൂടി എഴുതണമെന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് അഭിനയിക്കണമെന്നുണ്ട്. ഇതൊക്കെ ഒത്തു വന്നാൽ ചെയ്യും. ഇതാണ് പ്ലാൻ. പോയി കിടന്ന് ഉറങ്ങണം. പോയി കിടന്ന് ഉറങ്ങണം. അങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് പേടിയാവുന്നു. അതൊന്നുമല്ല, കോംപ്ലിമെന്റ്. അങ്ങനെ പറഞ്ഞു. എടാ ഒരു മിനിറ്റ്, ഇതൊക്കെ ഫ്രെയിമിൽ വരുന്നുണ്ടോ? അല്ല, എന്റെ അമ്മ ആ ക്യാമറ ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം ഇവന്മാരതും ചെയ്യും. അല്ല, എന്റെ അമ്മ ഭയങ്കര ഫാനാണ്. എനിക്ക് സുപ്രഭാതം പോലെയാണ് പേർലി ചേച്ചിയുടെ ശബ്ദം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അമ്മ ഇത് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ രാവിലെ അമ്മ സൗണ്ട് ഉറക്കി അപ്പൊ മനസ്സിലായില്ലേ അവിടെ കിട്ടുന്നത്. അപ്പൊ അമ്മ ഭയങ്കര ഫാനാണ്. അമ്മ എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. അമ്മേന്റെ മോൻ ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. പക്ഷേ എന്താ നമ്മുടെ മക്കളല്ലേ, നമുക്ക് ലവ് ചെയ്തല്ലേ പറ്റൂ. സമാധാനിക്കുക. അതെ, എല്ലാവർക്കും ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചോട്ടെ. അമ്മ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇവരുടെ വന്നിട്ടുണ്ട്. അമ്മ മാനിഫെസ്റ്റ് ചെയ്താണെന്ന് അറിയാം മോനെ ഇവിടേക്ക്. അമ്മയുടെ വിജയം ഇത്, നമ്മുടെ വിജയം ഉറപ്പായിട്ടും. അപ്പൊ അമ്മ ഇത് കാണുമ്പോ അമ്മ കമന്റ് വിടും. ഞാൻ പിൻ ചെയ്യാം. അമ്മയുടെ പേര് സന്ധ്യ. ടെൽ മീ അബൌട്ട് യുവർ മോം. ഞാനൊരു ആക്ടർ ആകുന്നതിൽ ഒരു വലിയൊരു പങ്ക് അമ്മയ്ക്കുണ്ട്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും. എന്താ പറയാ, ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം, മുടിയൊക്കെ ചീവിയിട്ട് നന്നായിട്ട് സിനിമ നടനാണ്, മര്യാദക്കുള്ള ഷൂ ഇട് എന്നൊക്കെ പറയുന്ന, അതിപ്പോഴും പറയുന്ന അത്രയും ഒരു കുട്ടീനെ പോലെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ വളർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് ഈസ് മൈ മോം. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ലക്കി ടു ഹാവ് ടച്ച് വുഡ്. ഷൂ എന്ന് പറഞ്ഞപ്പം പപ്പുചാന്റെ ഷൂ എന്ന് ബിൻചാന്റെ അത് കാണിക്കാം. നല്ല ഷൂ അത് ഒന്ന് പൊക്കി കാണിക്കണ്ടേ? അതൊന്ന് കാണിച്ചു കൊടുക്കോ. നല്ല ഷൂ ആണ്, കണ്ടോ? നല്ല ഷൂ. ഇത് ഏതാ ഷൂ? ആ, നന്നായിട്ടുണ്ട്. മോൻ ഏതായിട്ടിരിക്കുന്നത്? അഡിഡാസ്. പേളി ഒന്ന് കാല് കാണിക്കൂ. അതിന് വേണ്ടിട്ടല്ലേ അറേബ്യൻ ഗോൾഡിന്റെ സ്വർണത്തിന്റെ അത് നോക്കി കാണിക്കാൻ വേണ്ടിട്ടല്ലേ? ഇതൊക്കെയാണ് അറേബ്യൻ ഗോൾഡിന്റെ മാങ്ങാമല. ഇതൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരട്ടെ. അയ്യോ, എന്റെ മാല ഇങ്ങനെയാണ് ഇത്ര നേരം. അല്ലല്ല. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയതിന്, എന്നെ കുറേ ചിരിപ്പിച്ചു, ഞങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ചിരിപ്പിച്ചു, ഞങ്ങളുടെ ആയുസ് കൂട്ടിയ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ എങ്ങനെ വെറുതെ വിടും. അതുകൊണ്ട് വി ഹാവ് സംതിങ് ഫോർ യു.
is for Sandeep. Oh, thank you. And this one is നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടത് ബിനു ചേട്ടന്. താങ്ക് യു അമ്മേ. നല്ല ഹെവി സാധനമല്ല, കൊള്ളാം. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. പോയിരുന്ന ഒരു ഫീൽ. ഇതാ അതിൽ എക്കോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എവിടെ? വായിക്കല്ലേ. അത് എക്കോ പെർഫ്യൂം ആടാ. അത് അവരാണ്. അപ്പൊ എക്കോ സിനിമയുടെ ആൾക്കാർക്ക് എക്കോ പെർഫ്യൂംസ്. ഈ തൊപ്പി എങ്ങനെയുണ്ട്? ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലേ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ക്യാമറ കട്ട് വരുമ്പോ ഇതൊക്കെ എടുത്തുണ്ടാക്കി തിരിച്ചു വാങ്ങിയിട്ട് താങ്ക് യു. എനിക്കൊരു ഈ ഹാമ്പറിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. എല്ലാരും കമന്റ് വയ്ക്കും, ചേച്ചി അത് ഒരു ദിവസം ഒന്ന് തുറന്നു കാണിക്കുമോ, അതിനെന്തൊക്കെയാന്ന്, അങ്ങനെയൊക്കെ കമന്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ തൊരയൊന്നുമില്ല. അടുത്തത് ഒരു മുട്ടായി തന്നിട്ട് പോടാ. ഇത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. മൈജി പ്രസൻസ് പേളിമാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൈജിയുടെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. താങ്ക് യു. സന്ദീപേ തുറന്നു നോക്കണം കേട്ടോ. തുറന്നു നോക്കണം. എനിക്കറിയുന്നത് എന്താണ്. സന്ദീപിന് വേണ്ടി. സന്ദീപ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്താണ് സാധനം? തുറന്നു നോക്കുക. എന്താ ബോട്ട് സ്പീക്കർ. താങ്ക് യു. അപ്പൊ ഇനി ആ ഫ്ലാറ്റിൽ നിന്ന് അവിടുന്ന് പാട്ട് കേൾക്കൂല്ലേ ഇനി? എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മനസ്സ് നിറച്ച് നിങ്ങൾക്ക് കൈ നിറയെ ഗിഫ്റ്റുകളുമായി ഞങ്ങൾ നിങ്ങളോട് വിട പറയുകയാണ്. എക്കോ മൂവി കാണാത്തവര് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്: കണ്ണടക്കരുത്, ശ്വാസം വിടരുത്, പോപ്കോൺ വാങ്ങിക്കരുത്, കുട്ടികളെ ഒരിക്കലും കൊണ്ടുപോകരുത്. പിന്നെ ഭർത്താവിന് വേണേൽ കൂടെ കൊണ്ടുപോയിക്കോളൂ, പക്ഷെ കണ്ടിരിക്കണം. അവരുടെ തന്നെ. അല്ല, ഒരു കറക്ഷൻ ഉണ്ട്, കുട്ടികളെ കൊണ്ടുപോവാ. കുട്ടികളെ അതല്ല, അത് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. കുട്ടികൾ കാണാൻ പറ്റാത്ത സിനിമ എന്നല്ല, അവര് ശ്രദ്ധിക്കില്ലല്ലോ. ഡിസ്റ്റർബൻസ് ആയ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഇഷ്ടപ്പെടും. പട്ടിക്കുട്ടികളുണ്ട്, നായ്ക്കുട്ടികളുണ്ട്, അവർക്ക് എന്റർടൈനിങ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്യും. ആൻഡ് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ സിനിമ നല്ലോണം ശ്രദ്ധിച്ച് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അതിൻ്റെ ലൊക്കേഷൻസിലേക്ക്, അതിൻ്റെ വിഷ്വൽ, അതിൻ്റെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക് അതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ആണ് ആ സിനിമ കംപ്ലീറ്റ് ആവുന്നത്. സോ ബെറ്റർ ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സോ പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സന്ദീപ്, അല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്, യു ലവ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം നമുക്ക് ബൈക്ക് റൈഡ് നാളെ പറയാം. ഡ്രൈവർ ഷവർമ ഷോപ്പിൽ, സർബത്ത് ഷോപ്പ്. യു കം വിത്ത് യുവർ ബൈക്ക്. Thank you so much. Thank you. This video is powered by MyG Future. Experience the next. In association with Arabian Gold and Diamonds. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 ba, holy money show. The way you are, love the world the way it is. Pearly Money Show.